morning. Okay, we were discussing pteridophytes. Pteridophytes നമ്മൾ complete ചെയ്തിരുന്നു. Chinmayi, what is prothallus? The spores germinate to give a multicellular free-living photosynthetic gametophyte called the prothallus. Okay, good. Okay, Chinmayi. Then Vismaya. Yes, teacher. Vismaya, video on ചെയ്യാട്ടോ. Okay. Vismaya, what do you mean by homosporous pteridophyte? Homosporous. Homo means എന്താ? Homo. പഠിച്ചിട്ടില്ല ടീച്ചർ. എന്താ നിങ്ങൾ ആരും പഠിക്കാത്തെ? എത്ര ദിവസമായി ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ഇതുവരെ പഠിക്കാത്തെ? കുറച്ച് പോർഷൻ അല്ലേ ഒരു ദിവസം എടുത്തിട്ടുള്ളൂ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ എത്ര മിനിറ്റ് വേണം? ഭദ്ര. Yes, ma'am. ഭദ്ര, what do you mean by homosporous? Single type of spores. Okay, അത്രേ ഉള്ളൂ. സിംഗിൾ ടൈപ്പ് ഓഫ് സ്പോർസ് ഫോം ചെയ്യാം. വിസ്മയ്ക്ക് കിട്ടിയോ എന്താ ഹോമോസ്പോറസ്? പറഞ്ഞേ, വാട്ട് ഈസ് ഹോമോസ്പോറസ്? Single type of spores. Okay, only single type of spores will be formed. Okay, Vismaya, next class വരുമ്പോൾ 10 times എഴുതിയിട്ട് വരിക കേട്ടോ. Okay, then ആതിര ശിവദാസ്. അരുണിമ KS. Okay, അരുണിമയുടെ വീഡിയോ ആണല്ലോ. അരുണിമ കെ കട്ടായിക്കട്ടെ പോണ്. ആതിര. ഓക്കെ. ആതിര, ഹെട്രോസ്പോറസ് എന്താ ആതിരക്ക് പറയാമോ? വാട്ട് യു മീൻ ബൈ ഹെട്രോസ്പോറസ്? അരുണിമ KS. അരുണിമ പറഞ്ഞേ, വാട്ട് ഈസ് ഹെട്രോസ്പോറസ്? അരുണിമ റെസ്പോണ്ട് ചെയ്യാട്ടോ. ആഷ്ലിൻ. ഓക്കെ, ആഷ്ലി പറഞ്ഞേ, വാട്ട് യു മീൻ ബൈ ഹെട്രോസ്പോറസ്? ഹോമോസ്പോറസ് എന്താന്ന് പറഞ്ഞ കേട്ടില്ലേ? അപ്പൊ ഹെട്രോസ്പോറസ് എന്താ? ക്ലിയർ ആയില്ല. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്പോർസ് എന്ന് കേട്ടോ. 2 അല്ല, മോർ ദാൻ 1 ടൈപ്പ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ്. ഓക്കെ ആഷ്ലി. ഓക്കെ. ദെൻ ഗൗരി നന്ദ. Yes, ma'am. ഗൗരി നന്ദ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായില്ലേ? Yes, ma'am. Okay. Gauri Nanda, give any 2 examples for pteridophytes. ഏതെങ്കിലും 2 എക്സാമ്പിൾ. Selaginella. Okay. Then Pteris. Pteris. Okay, Gauri. Okay, so ആൻസർ കിട്ടാത്തവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻ 10 times എഴുതിയിട്ട് വരാം കേട്ടോ. കുറച്ച് പോർഷൻ അല്ലേ നിങ്ങൾക്ക് എടുക്കണുള്ളൂ. ഒരു ദിവസം മാക്സിമം 1 ഡിവിഷനൊക്കെ അല്ലേ എടുക്കണുള്ളൂ. അത് നിങ്ങളൊന്ന് വായിക്കാൻ ഇനി മാത്രം ടൈം വേണോ? ഓക്കെ, സോ വി ഹാവ് കംപ്ലീറ്റഡ് pteridophytes. Then today we are going to discuss gymnosperm. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു gymnosperm. നെക്സ്റ്റ് ഡിവിഷൻ ആണ്, നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം, ദാറ്റ് ഇസ് gymnosperms. Okay, so total 5 divisions are there: algae, bryophytes, pteridophytes, gymnosperms and angiosperms. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 4ാമത്തെയാണ്, ദാറ്റ് ഇസ് gymnosperms. നമ്മൾ algae കംപ്ലീറ്റ് ചെയ്തു, bryophytes completed, then pteridophytes also completed. Next one, gymnosperms. So gymnosperms are plants without fruit but they have seed. Okay, seed ഉണ്ടാവും, പക്ഷെ എന്തുണ്ടാവില്ല? ഫ്രൂട്ട് ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ നോർമലി കാണുന്ന പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ്? നമ്മൾ ആപ്പിൾ ആയാലും മാംഗോ ആയാലും നമ്മൾ നോർമലി കാണുന്ന എല്ലാ പ്ലാന്റ്സിന്റെ കേസിൽ സീഡ്സ് വിൽ ബി പ്രസന്റ് ഇൻസൈഡ് ദ ഫ്രൂട്ട് അല്ലേ? നമ്മൾ കാണുന്ന പ്ലാന്റ്സ് മിക്കതും അങ്ങനെയാണ്. സീഡ് എവിടെയായിരിക്കും? ഫ്രൂട്ടിന്റെ ഉള്ളിലായിരിക്കും സീഡ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. ബട്ട് ഇൻ കേസ് ഓഫ് gymnosperms there will be no fruit. Okay, no fruit. There will be no fruit and the seeds will be naked seeds. So naked seeds means seeds are not enclosed inside a fruit. ഫ്രൂട്ടിന്റെ ഉള്ളിലായിരിക്കില്ല സീഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഓവറി, then inside ovary ovule will be present. Okay, ovary, ovule, inside the ovule fertilization occurs and zygote will be formed. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
So this one is ovary. Female reproductive system of flower നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. ഇനിയും പഠിക്കും. ഈ ചാപ്റ്ററിൽ തന്നെയുണ്ട്. സോ ഓവറി ഉണ്ട്. ഓവറിയുടെ ഉള്ളിൽ ഓവ്യൂൾ. ഓവ്യൂളിന്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടന്ന് ആ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ ഓവറി ഈസ് ദ പാർട്ട് ദാറ്റ് ഡെവലപ്സ് ഇൻടു ഓവറി ആണ് എന്തായിട്ട് മാറുന്നത്? ഓവറി ഡെവലപ്സ് ഇൻടു fruit. Okay, ovary develops into fruit. And ovule develops into seed. Okay. നമ്മൾ 10th പഠിച്ചിട്ടുണ്ടല്ലേ, ലാസ്റ്റ് 10th ഫ്ലവറിന്റെ റീപ്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓവറി ഡെവലപ്സ് ഇൻടു ഫ്രൂട്ട് ആൻഡ് ഓവ്യൂൾ ഡെവലപ്സ് ഇൻടു സീഡ്. ഇൻസൈഡ് ദ ഓവ്യൂൾ what will be present? The zygote will be present that develops into the future plant. Okay, so ovary is the part that develops into fruit. In case of gymnosperms, this ovary will be absent. Gymnosperms il endundavilla, ovary undavilla. Only the ovule will be present and zygote will be formed inside the. Okay, that is why they have naked seeds. That is seeds which are not enclosed by fruit. ഇവരുടെ കേസിൽ ഓവറി ഇല്ല, ഓവറി ഉണ്ടാവില്ല. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓവറി ഉണ്ടാവില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഓവ്യൂള് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ദാറ്റ് ഓവ്യൂൾ വിൽ ഡെവലപ്പ് ഇൻ ടു സീഡ്. ആസ് എ റിസൾട്ട് ദർ വിൽ ബി നോ ഫ്രൂട്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് ജിംനോസ്പെർമ്സ്. ഇതുവരെ നമ്മൾ പറഞ്ഞു വന്ന ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ദീസ് ഓൾ ഗ്രൂപ്സ് ദേ ഡു നോട്ട് ഹാവ് എനി സീഡ്സ്. അല്ലെ, സീഡ് ഉണ്ടായില്ല. നിങ്ങൾ ഓർത്തു നോക്കുക, നമ്മൾ പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ പോലും സീഡ് പ്രസന്റ് ആയിരുന്നില്ല. Gymnosperms are the first group to have seeds, but fruit will be absent. Okay, so adana first point. Ovules are not enclosed by ovary wall and remain exposed before and after fertilization. Then seeds that develop post fertilization. Post fertilization means after fertilization. So seeds that develop after fertilization are not covered. That is naked seeds ആയിരിക്കും present ആയിട്ടുണ്ടാവുക. That is the first point. Okay, so gymnosperms are plants with naked seeds. That is, seeds will be present, but the seeds are not enclosed inside. Regarding the size of gymnosperm, they vary from very small shrubs to very tall trees. ചെറിയ കുറ്റിച്ചെടികൾ മുതൽ ഭയങ്കര ടോൾ ആയിട്ടുള്ള ട്രീസ് വരെ ഈ ഒരു ജിംനോസ്പെർമിലുണ്ട്. അപ്പൊ അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു പേരാണ് giant sequoia. That is giant redwood tree. Okay, this sequoia or giant redwood tree, it is the tallest tree species and that is a gymnosperm. Tree species la ഏറ്റവും tallest ആയിട്ടുള്ള tree species ആണ് this sequoia. It is also called a giant redwood and it is a gymnosperm. So the size of gymnosperm that varies from small shrubs to tall trees. മീഡിയം സൈസ് ഉള്ളവരുണ്ട്, ടോൾ ട്രീസ് ഉണ്ട്, ഷ്രബ്സ്, കുറ്റിച്ചെടികളൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആണ്. ടീച്ചറെ, ആ ചോദിച്ചോ മോളെ. കാണിച്ചു, ഞാനത് എഴുതിയിട്ടില്ല. സത്യത്തെയാണോ? ആ ഓക്കെ ഓക്കെ ഓക്കെ. കംപ്ലീറ്റ് ആകുമ്പോ ഒന്ന് പറഞ്ഞോ കേട്ടോ. ഓക്കെ ടീച്ചർ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഇല്ല. ഓക്കെ ഓക്കെ, ആവുമ്പോ പറഞ്ഞാൽ മതി. കുറെ വീഡിയോകൾ വീണ്ടും ഓഫാണ് കേട്ടോ. വീഡിയോ ഓൺ ചെയ്ത് വെക്കുക, ഇടയ്ക്കിടയ്ക്ക് അത് ഓഫ് ചെയ്യണ്ട. Next one we are going to discuss the morphology of gymnosperm. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? Gymnosperms, they are plants having naked seeds. Okay, then regarding their size, they will range from small shrubs to tall trees. Example, നമ്മൾ sequoia example പറഞ്ഞു. That is the tallest tree species which is also a gymnosperm. Next we are going to discuss the morphology of gymnosperm. So what do you mean by the term morphology? What do you mean by morphology? External. Study of external characters. നമ്മൾ പുറമേന്ന് നോക്കിയാൽ കാണുന്ന ക്യാരക്ടേഴ്സ്. ഇന്റേണൽ ഫീച്ചേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫീച്ചേഴ്സും ഉണ്ട് അല്ലേ, ഒരു പ്ലാന്റിനായാലും ആനിമലിനായാലും ഒക്കെ. സോ പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് പുറമേന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ്, ദാറ്റ് ഇൻക്ലൂഡ് റൂട്ട്, സ്റ്റെം, ലീവ്സ്. അതിന്റെയൊക്കെ സ്റ്റഡിക്കാണ് മോർഫോളജി എന്ന് പറയുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് കേട്ടോ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. So morphology, it is the study of external characters. Okay. Study of internal characters is called the anatomy and the study of external characters ആണ് morphology.
Okay, so next we are going to discuss regarding the morphology of gymnosperm, that includes study of root, stem and okay. So first നമുക്ക് റൂട്ടിന്റെ ക്യാരക്ടേഴ്സ് നോക്കാം. So the root system present in gymnosperm, that is taproot system. Okay, taproot. So what do you mean by taproot? Okay, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. There are two type of root system. One is taproot system. Second one ന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. Taproot and Fibrous root. fibrous root. Okay, taproot and fibrous root, and the second one is fibrous root. In taproot system, there will be a main root or a primary root, and lateral roots will emerge from the primary root. ഒരു main root ഉണ്ടാവും. From the main root. So this is the taproot system. Okay, ഒരു മെയിൻ റൂട്ട് ഉണ്ടാവും. അതിൽ നിന്ന് പിന്നെ കുഞ്ഞു കുഞ്ഞു റൂട്ടുകൾ ഫോം ചെയ്യും, ലാറ്ററൽ റൂട്ട്സ് ഫോം ചെയ്യും. But in case of fibrous root system, there will not be a main root and there will be small roots only. മെയിൻ റൂട്ട് ഉണ്ടാവില്ല, ചെറിയ ചെറിയ തിൻ റൂട്ട്സ്. നിങ്ങൾ ഗ്രാസസിലൊക്കെ കാണുന്നത് ഈ ഒരു ഫൈബ്രസ് റൂട്ട് ആണ് കാണുന്നത്. Okay, so there are two types of root system, taproot system and fibrous root system. In gymnosperms, this taproot system will be present. Okay, taproot will be present in gymnosperms. Okay, so first നമ്മൾ root ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Among that, the root system present in gymnosperm, that is taproot or taproot system. Okay, then so taproots are present. നമുക്ക് ഇവിടെ ആ ഒരു സെന്റൻസ് മാത്രം മതി കേട്ടോ. ടാപ്രൂട്ട് എന്താന്നൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ ഇവിടെ ഇത്രയും പറഞ്ഞാൽ മതി. taproots are present in gymnosperm. Then another important point, in some gymnosperms, the roots of this plant will form fungal association. Okay, ചില ജിംനോസ്പെർമിന്റെ റൂട്ട് ഫംഗൽസുമായിട്ട് ചേർന്നിട്ട് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യും. So what is the name of that symbiotic association between fungus and root of higher plants? Mycorrhizae. Okay, mycorrhiza. നമ്മൾ പഠിച്ചിട്ടില്ലേ? algae plus fungi, that is called a lichen. Fungi plus root of higher plants, that is mycorrhiza. Okay, so ചില ജിംനോസ്പെർംസിന്റെ, എല്ലാ ജിംനോസ്പെർംസിന്റെ അല്ല, in case of some gymnosperms, mainly ഒരു എക്സാമ്പിൾ എടുത്ത് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. A gymnosperm pinus. Okay, pinus. Mainly അതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ ചില ജിംനോസ്പെർംസിന്റെ കേസിൽ മാത്രം the root of the gymnosperm will form symbiotic association with the fungus. Okay, and that is called a mycorrhiza. Mycorrhiza already നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. So in gymnosperms, in some gymnosperms, this mycorrhiza will be present in the root, and example is pinus. Okay, so ഇത്രയാണ് കേട്ടോ റൂട്ടിൽ പറയാനുള്ളത്. So 2 points. First one, taproots are the type of roots present in gymnosperm. Then in some gymnosperms such as pinus, the root will form symbiotic association with the fungus in the form of mycorrhiza. Okay, clear ആണോ ഇത്രയും കാര്യങ്ങൾ? Yes, miss. Okay, okay. Then so next important ആയിട്ട് റൂട്ടിൽ പറയുന്ന ഈ ഒരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണം കേട്ടോ റൂട്ടിൽ. That is a type of root called coralloid roots. Okay, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറച്ച് സ്വെല്ലായിട്ടുള്ള റൂട്ട്സ് അല്ലെ? ഈ ഒരു ഫിഗറിൽ കുറച്ചിങ്ങനെ ബൾജ് ചെയ്തിരിക്കുന്ന പോലെ കുറച്ച് സ്വെല്ലായിട്ടുള്ള റൂട്ട്, വീർത്തിരിക്കുന്ന പോലത്തെ റൂട്ട് ഉണ്ട്. സോ സ്മോൾ സ്പെഷ്യലൈസ്ഡ് റൂട്ട്സ് associated with the nitrogen fixation are present in the gymnosperm. ചില ജിംനോസ്പെർംസിൽ, അതും എല്ലാവരിലും ഇല്ല, ചില ജിംനോസ്പെർംസിന്റെ കേസിൽ എന്തുണ്ട്? നൈട്രജൻ ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യുന്ന റൂട്ട്സ് പ്രസന്റ് ആണ്. Okay, and such roots are called coralloid roots. So what are coralloid roots? Coralloid roots are the type of roots present in some gymnosperm, not all gymnosperms. In some gymnosperms, coralloid roots are present and they will help in nitrogen fixation. That is, they are associated with the nitrogen fixing cyanobacteria. ഈ റൂട്ടുമായിട്ട് ആര് അസോസിയേഷൻ ഉണ്ട്? നൈട്രജൻ ഫിക്സ് ചെയ്യുന്ന സയാനോബാക്ടീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബ്ലൂ ഗ്രീൻ ആൽഗെ. സോ സയാനോബാക്ടീരിയ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ചില റൂട്ട്സ്.
that is present in some gymnosperm. Then what is the function of this root? They will help in nitrogen fixation. Okay, so some roots called the coralloid root. Our root is the pair ortho vekanam. Coralloid roots are present in gymnosperm. And what is the function of this root? They will help in the fixation of nitrogen. Nitrogen fixation help cheyum. Okay, and nitrogen fixing cyanobacteria are present in this. Then ഈ റൂട്ട് കൊറലോയിഡ് റൂട്ട്സ് മെയിൻ ആയിട്ട് കാണുന്ന ഒരു ജിംനോസ്പെർമിന് എക്സാമ്പിൾ ആണ് സൈക്കസ്. സോ മൈക്കോറൈസ പൈനസ് ആണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ഇൻ കേസ് ഓഫ് കൊറലോയിഡ് റൂട്ട്സ് സൈക്കസ്. ഓക്കെ, സോ റൂട്ട്സിൽ ഈ ഒരു പോയിന്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. കൊറലോയിഡ് റൂട്ട്സ് ആർ നൈട്രജൻ ഫിക്സിംഗ് റൂട്ട്സ് ആൻഡ് nitrogen fixing cyanobacteria are found in this root. Example, cycas. Okay, so that's all about roots of gymnosperm, taproot, mycorrhiza, then coralloid roots. Then next we discuss that is about stem. Okay, we have completed root. Next one, stem. So regarding the stem of gymnosperms, the stems may be branched or unbranched. Stems are branched or that may be unbranched. So branched example matra arindinamadi ee oru pathile. Unbranched example cycas. So this one is cycas. Unbranched example cycas, and the gymnosperm having branched stem, that includes Pinus, Cedrus, etc. Pinus, Cedrus, these all are examples for gymnosperms with a branched stem. So stems that may be branched or unbranched. Unbranched stem example that is cycas. Then branched stem examples include Pinus, Cedrus. Examples orthu vekkato text la angane thanne tannittunde appo perigale orthu vekkano. Okay, itre ullu stem vera detail onnilla. Stem that may be branched or unbranched. Okay, example note cheyidu kayinno? Yes, miss. Okay, then next one about leaves. Okay, so we have completed root, then stem, next one leaves. So about leaves, leaves may be simple or compound leaf. So nammal root parna pole anne. Okay, so leaves can be of two types, simple leaves and compound leaves. Okay, leaves may be of two types, simple leaves and compound leaves. Nammal ipo normal oru plant eduthu nokkiya thanne pala plants ilum leaf pala type leaf aayirikkum alle. ചിലതില് ലീഫ് ഒറ്റയ്ക്ക് പ്രസന്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ ചിലതില് ഇങ്ങനെ ഇപ്പൊ നമ്മള് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു ഗ്രൂപ്പായിട്ട് ലീവ്സ് പ്രസന്റ് ആയിട്ടുള്ള കേസ് ഉണ്ടാവും, ലീവ്സ് ഒറ്റയ്ക്ക് പ്രസന്റ് ആയിട്ടുള്ള കേസ് ഉണ്ടാവും. സോ ദിസ് വൺ ഈസ് സിമ്പിൾ ലീഫ് ആൻഡ് ദിസ് വൺ ഈസ് കോമ്പൗണ്ട് ലീഫ്. ഓക്കെ, ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മോർഫോളജി പഠിക്കുമ്പോൾ പഠിക്കൂ കേട്ടോ. ആ ലീഫിന്റെ വെയിൻ മിഡ്രിബ് വരെ റീച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. സിമ്പിൾ ലീവ്സ് എന്ന് വെച്ചാൽ ലീവ്സ് നമ്മൾ സാധാരണ പ്ലാന്റ്സിലൊക്കെ കാണുന്നത് ഒറ്റയ്ക്ക് ലീഫ് നിൽക്കുക. ഇപ്പൊ നമ്മള് കറിവേപ്പില, അതുപോലെ തന്നെ നീം പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ, ആര്യവേപ്പ്, അതിലൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ബ്രാഞ്ചിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലീഫ് ആയിട്ടല്ലേ പ്രസന്റ് ആയിട്ടുള്ളത്. അതൊക്കെയാണ് കോമ്പൗണ്ട് ലീഫിൽ വന്നത്. ഓക്കെ, തൽക്കാലം നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ ലീവ്സ് പഠിക്കും. ഓക്കെ, സോ ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട് ലീവ്സ്. ഒറ്റയ്ക്ക് നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ലീവ്സ് ആയിട്ടും പ്രസന്റ് ആയിരിക്കും. സോ ഇൻ ജിംനോസ്പേംസ് ലീവ്സ് മേ ബി simple or compound leaf. Okay, simple or compound leaf. Then the leaves are well adapted to withstand extreme temperature, humidity and wind. Leaves എങ്ങനെയാണ് ഈ ജിംനോസ്പെർമിലെ പൈനസ്, ഓക്കെ, ഹൈ ടെമ്പറേച്ചർ കുറഞ്ഞ കോൾഡ് ആയിട്ടുള്ള പ്ലേസസിൽ പ്രസന്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് പൈനസ് ഒക്കെ. നിങ്ങൾ ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പൈൻ ട്രീസ്, തണുത്ത സ്ഥലങ്ങളിൽ ഭയങ്കര മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പൈൻ ട്രീസ് പ്രസന്റ് ആണ്. സോ ദെയർ ലീവ്സ് ആർ വെൽ അഡാപ്റ്റഡ് ടു സർവൈവ് ഇൻ എക്സ്ട്രീം ടെമ്പറേച്ചർ പ്രസന്റ് ആയിട്ടുള്ളത്. സോ ദ ലീവ്സ് ആർ വെൽ അഡാപ്റ്റഡ് ടു വിത്ത്സ്റ്റാൻഡ് എക്സ്ട്രീം ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് വിൻഡ്. എക്സ്ട്രീം ടെമ്പറേച്ചറിലും എക്സ്ട്രീം ഹ്യൂമിഡിറ്റിയിലും ഭയങ്കര വിൻഡൊക്കെ ഉള്ളപ്പോഴും ഒക്കെ അവർക്ക് അവിടെ സർവൈവ് ചെയ്യാനായിട്ട് പറ്റും. ലീവ്സ് അതിനൊക്കെ വേണ്ടിയിട്ട് അഡാപ്റ്റഡ് ആണ്. ഓക്കെ, then so leaves may be either simple or compound leaf. In conifers,
കോണിഫേഴ്സിൽ വരുന്നത് കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് കോണിഫേഴ്സ്. അത് നമ്മൾ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ പറയൂ കേട്ടോ. ഇൻ കോണിഫേഴ്സ് എക്സാമ്പിൾ പൈനസ്, സെഡ്രസ് ഒക്കെ കോണിഫേഴ്സ് ആണ്. ഇങ്ങനെയാണ് അവരുടെ ലീഫ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് കോണിഫേഴ്സ് ദാറ്റ് ഇസ് പ്ലാന്റ്സ് വിച്ച് പ്രൊഡ്യൂസ് കോൺസ്. അത് നമ്മൾ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അവരുടെയൊക്കെ കേസിൽ the leaves will be needle-like leaves. Okay, leaves will be needle-like leaves. Needle പോലത്തെ leaves ആണ് ഉണ്ടാവുക. So what is the purpose of this needle-like leaves? This leaves will reduce the surface area. Okay, leaves ഇങ്ങനെ present ആയിട്ടുണ്ടാവുമ്പോൾ needle-like leaves ആണ്. So needle-like leaves will reduce the surface area. Okay, surface area reduce ചെയ്ത് എന്ത് കുറയും? Transpiration കുറയും. ഓക്കെ, നോക്കുക, ഒരു ലീഫ് ലാർജ് സർഫസ് ഏരിയ ഉള്ള ഒരു ലീഫും പിന്നെ നീഡിൽ പോലെ ഇരിക്കുന്ന സ്മോൾ സർഫസ് ഏരിയ ഉള്ള ഒരു ലീഫും. സോ വാട്ട് യു മീൻ ബൈ ട്രാൻസ്പിറേഷൻ? വാട്ട് ഈസ് ട്രാൻസ്പിറേഷൻ? സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? വാട്ട് ഈസ് ട്രാൻസ്പിറേഷൻ? സൺലൈറ്റ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ ട്രാൻസ്പിറേഷൻ? പ്ലാന്റിൽ നിന്ന് എന്ത് ലോസ് ആവുന്നതാണ് ട്രാൻസ്പിറേഷൻ? Loss of water from the plant in the form of water vapor. അല്ലെ, വാട്ടർ വേപ്പർ ആയിട്ട് പ്ലാന്റിൽ നിന്ന് വാട്ടർ ലോസ് ആവുന്നതാണ് ട്രാൻസ്പിറേഷൻ. അപ്പൊ പ്ലാന്റിന്റെ ലീഫിന് ഇത്രയും സർഫസ് ഏരിയ ഉണ്ടെന്ന് വെക്കാം, വലിയ ലീഫാണ്. Then the transpiration rate will be more. അല്ലെ, കാരണം സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പൊ അത്രയും ഏരിയയിൽ നിന്ന് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകും. Okay, so surface area കൂടുമ്പോ എങ്ങനെയായിരിക്കും transpiration? Transpiration will be more. Okay, when surface area of leaf is more, transpiration will be also more. Transpiration കൂടുതലായിരിക്കും, transpiration will be also high because the surface area is more. Then needle-like ആയിട്ടുള്ള ഒരു ലീഫിന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ there the surface area is reduced. Okay, less surface area, so the transpiration will be also less. സർഫസ് ഏരിയ കുറവായിരിക്കും, അപ്പൊ ട്രാൻസ്പിറേഷൻ എങ്ങനെയായിരിക്കും? ട്രാൻസ്പിറേഷനും കുറവായിരിക്കും. ഒരു ചെറിയ ഏരിയയിൽ നിന്ന് മാത്രമല്ലേ വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോകുള്ളൂ. സോ ലോസ് ഓഫ് വാട്ടർ വിൽ ബി ലെസ്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും ഇവരുടെ ലീഫ് ഈ നീഡിൽ-ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് ഇരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ട്രാൻസ്പിറേഷൻ റേറ്റ്. ട്രാൻസ്പിറേഷൻ കുറയണം, വാട്ടർ എപ്പോഴും വാട്ടർ അവൈലബിൾ ആയിരിക്കണം എന്നില്ല. അപ്പൊ വാട്ടറിന്റെ ലോസ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ലീഫ് ഇങ്ങനെ നീഡിൽ ഷേപ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, സോ ക്ലിയർ ആണോ പറഞ്ഞത്? Yes, miss. നമുക്ക് വേണ്ടത് ഈ ഒരു പോയിന്റ് മതി. ഇൻ കേസ് ഓഫ് കോണിഫേഴ്സ് such as pinus, cedrus, etc., the needle-like leaves, okay, leaves will be needle-like. The needle-like leaves, this will reduce the surface area. Okay, so when the surface area is reduced, transpiration rate will be low. When surface area is reduced, the transpiration rate will be low. So transpiration എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കുക കേട്ടോ. Transpiration is the loss of water as vapor. Loss of water from the plant as vapor. Plantil നിന്ന് water vapor form-ൽ water loss ആയി പോവുക, that is transpiration. So when needle-like leaves are present, the surface area will be less and as a result the transpiration rate will be reduced. Okay, so നമ്മളോട് ഇങ്ങനെ മാത്രമായിട്ട് ചോദിക്കാം കേട്ടോ. What are the adaptations present in conifers? Okay, കോണിഫേഴ്സിലെ കേസാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി പ്ലാന്റ്സിനെക്കാട്ടിലും കോണിഫേഴ്സ്, ജിംനോസ്പംസിലെ കോണിഫേഴ്സിൽ ചില പ്രത്യേക അഡാപ്റ്റേഷൻസ് ഉണ്ട്. Among them, first one is the presence of needle-like leaves. Okay, they will reduce the surface area and thus will reduce the transpiration rate. Then, second one, presence of thick cuticle. Okay, presence of thick cuticle in the leaves. So, leaves ine cover ചെയ്തുകൊണ്ട് cuticle എന്താണ്? Cuticle എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Cuticle പഠിച്ചിട്ടുണ്ടല്ലോ 10th ല്, കേട്ടിട്ടില്ലേ? Cuticle കേട്ടിട്ടില്ലേ 10th ല്? Cuticle. Okay, so cuticle, it is the outer covering of the plant. Plant-നെ cover ചെയ്തുകൊണ്ട്, plant body-നെ cover ചെയ്തുകൊണ്ട് ഒരു layer ഉണ്ട്, that is called a cuticle. Okay, so in case of conifers, the cuticle will be very thick. That is,
ആ ലീഫിനെ ഒക്കെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ലെയർ, ദാറ്റ് ഇസ് ക്യൂട്ടിക്കിൾ, ആൻഡ് ദാറ്റ് ലെയർ വിൽ ബി വെരി തിക്ക് ആൻഡ് ദിസ് ഓൾസോ പ്രിവെന്റ്സ് ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ്. ഈ ഒരു ലെയർ ഹോൾ പ്ലാന്റിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. നമ്മുടെ പ്ലാന്റ് കോണിഫേഴ്സ് ആണല്ലോ, അപ്പൊ നീഡിൽ ലൈക്ക് ലീവ്സ് ആണ്. സോ കോണിഫേഴ്സിനെ കവർ ചെയ്തുകൊണ്ട് ദർ വിൽ ബി എ ലെയർ. കോണിഫേഴ്സിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും അവരെ കവർ ചെയ്തുകൊണ്ട് ഒരു ലെയർ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ക്യൂട്ടിക്കിൾ. ഓക്കെ, ബട്ട് ഇൻ കേസ് ഓഫ് കോണിഫേഴ്സ് ദിസ് ക്യൂട്ടിക്കിൾ വിൽ ബി വെരി തിക്ക്. കോണിഫേഴ്സിന്റെ അതുപോലെ തന്നെ നമ്മുടെ ഡെസേർട്ടിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, കാക്ടസ്, കള്ളിമുൾച്ചെടിയൊക്കെ ഉണ്ടല്ലോ, കാക്ടസ് ഡെസേർട്ടിലൊക്കെ ഗ്രോ ചെയ്യുന്ന അങ്ങനെയുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ ഇവരുടെ ദ ക്യൂട്ടിക്കിൾ വിൽ ബി വെരി തിക്ക്. സോ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് തിക്ക് ക്യൂട്ടിക്കിൾ? ക്യൂട്ടിക്കിൾ ഇത്രയും തിക്ക് ആയിട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ, ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലേ. സോ ഇൻ ഓർഡർ ടു പ്രിവെന്റ് ഓർ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ്. ഓക്കെ, നിങ്ങളപ്പോ പോയിന്റ് മാത്രം എഴുതിയാൽ മതി, നമുക്ക് വേറെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും ഇവിടെ വേണ്ട, അതൊക്കെ മോർഫോളജിയിൽ നിങ്ങൾ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഇത്രയും അറിഞ്ഞിരിക്കുക. സോ തിക്ക് ക്യൂട്ടിക്കിൾ, ഓക്കെ, പ്രസൻസ് ഓഫ് തിക്ക് ക്യൂട്ടിക്കിൾ. സോ 3 കാര്യങ്ങളാണ് കോണിഫേഴ്സിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, നീഡിൽ ലൈക്ക് ലീവ്സ്. Okay, what is the purpose of needle like leaves? Needle like leaves will reduce the surface area and thus the transpiration rate is reduced. Second one, presence of thick cuticle, and this thick cuticle will also reduce water loss. Transpiration korrekkum, plant the water loss ne reduce cheyum this thick cuticle. Then last point, third point is sunken stomata. Point എഴുതട്ടോ, എന്നിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. sunken stomata. sunken stomata. Third one, എക്സാമ്പിൾ അല്ല മോളെ, എക്സാമ്പിൾ ഏതെണ്ണമാണ്? കോണിഫേഴ്സിലുള്ള 3 അഡാപ്റ്റേഷൻസ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ ബോർഡിൽ എഴുതാം, സെന്റൻസ് ആയിട്ട് കണ്ട കൺഫ്യൂഷൻ വരണ്ട. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാണ്. 3 adaptations in conifers to prevent water loss. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പൊ കോണിഫേഴ്സ് ആരാണ്? കോണിഫേഴ്സ് ജിംനോസ്പേമിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് കോണിഫേഴ്സ്. കോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പൈൻ ട്രീസ് ഒക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണ് കോണിഫേഴ്സ്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. സോ ദർ ആർ 3 adaptations in this conifers to prevent water loss. ഓക്കെ, കോണിഫേഴ്സിന്റെ എക്സാമ്പിൾ മാത്രമാണ് ആദ്യം തന്നിട്ടുള്ളത്, പിന്നുള്ളത് 3 അഡാപ്റ്റേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് അഡാപ്റ്റേഷൻ, needle like leaves. needle like leaves. So what is the purpose of this needle like leaves? needle like leaves will എന്ത് കുറയ്ക്കും? reduce the surface area. Okay, needle like leaves will reduce the surface area. Okay, when surface area is reduced, the loss of water from the plant is also reduced. That is the first point. First point clear ആണോ? Yes, miss. Okay. Then second one, second point, thick cuticle. Okay, there will be a thick cuticle that covers the plant or mainly the leaf. Full plant cover ചെയ്തിട്ടുണ്ട്, നമ്മൾ ലീവ്സിന്റെ കാര്യമാണ് പറയുന്നത്. So that is covered by a thick cuticle, and this thick cuticle will also prevent the loss of water from the plant. Then third one, third adaptation ആണ് sunken stomata. sunken stomata. Okay, so what is stomata? What is stomata? സെൻറ്റിൽ പഠിച്ചിട്ടുണ്ടല്ലോ, stomata എന്താ? Tiny pores. tiny pores present on leaves. അല്ലെ, നമ്മുടെ ലീവ്സിന്റെ ഉള്ളിലേക്ക് ഗ്യാസ് എൻട്രി ചെയ്യണം. പ്ലാന്റിന് നമ്മളെ പോലെ തന്നെ പ്ലാന്റും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. സോ ഫോർ ദാറ്റ് ഓക്സിജൻ ഹാസ് ടു എൻറ്റർ ഇൻ ടു ദ പ്ലാന്റ്, ആൻഡ് ആഫ്റ്റർ റെസ്പിറേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് ടു ബി റിമൂവ്ഡ് ഫ്രം ദ പ്ലാന്റ്. ഓക്കെ, അതുകൂടാതെ വേറൊരു പ്രോസസ്സും കൂടി നടക്കുന്നുണ്ടല്ലോ പ്ലാന്റിലെ, ഫോട്ടോസിന്തസിസ്. So for photosynthesis, carbon dioxide has to enter into the plant. After photosynthesis, oxygen is released by the plant. So plant inde ullilekku ee gases okke varanam, oxygenum
കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് there are small openings present on the surface of leaves and the small openings are called stomata. നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. Stomata are minute pores present on the surface of leaves. ലീവ്സിന്റെ സർഫസിൽ പ്രസന്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പോസ് ആണ് സ്റ്റൊമേറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റൊമേറ്റ എന്താന്നുള്ളതൊന്നും ഇവിടെ വേണ്ട. ഇവരുടെ കേസിൽ സ്റ്റൊമേറ്റ എന്ന് പറയുന്നത് that will be sunken stomata. Sunken means ചുരുങ്ങിയിരിക്കുക. സങ്കൻ ഒന്ന് നമ്മളെന്താ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റൊമേറ്റ. നിങ്ങൾ 10th സ്റ്റൊമേറ്റയുടെ ഒരു ഫിഗർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. 2 ഗാർഡ് സെൽസ് ഉണ്ടാവും 2 സൈഡില്. ഇങ്ങനെ ഈ നടുക്കുള്ള ഒരു പാർട്ടാണ് സ്റ്റൊമേറ്റൽ ഓപ്പണിംഗ്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? 10th കണ്ടിട്ടുണ്ടോ? ഈ ഒരു ഫിഗർ കണ്ടതായിട്ട് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഓക്കെ ഓക്കെ. സോ ഇത് അങ്ങോട്ട് ചുരുങ്ങിയിരിക്കുകയായിരിക്കും, ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും സങ്കൻ സ്റ്റൊമേറ്റ എന്ന് പറയുമ്പം. ഇവിടെ ഓക്കെ, സ്റ്റൊമേറ്റൽ ഓപ്പണിങ് വളരെ ചുരുങ്ങി, സ്റ്റൊമേറ്റ അത്ര ഓപ്പൺ ആയിരിക്കില്ല, അത് വളരെ ചുരുങ്ങിയായിരിക്കും, അടഞ്ഞായിരിക്കും ഇരിക്കുക, സങ്കൻ സ്റ്റൊമേറ്റ ആയിരിക്കും. അപ്പൊ സ്റ്റൊമേറ്റ വഴി ഇവിടെ വാട്ടർ ഒന്നും ലോസ് ആവാതെ അത് പ്രിവെന്റ് ചെയ്യും. ഓക്കെ, സ്റ്റൊമേറ്റ എന്ന് പറഞ്ഞ ഓപ്പണിംഗ് ആണ്, ഗ്യാസസ് മാത്രമല്ല വാട്ടറും അതിൽ കൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സോ സങ്കൻ സ്റ്റൊമേറ്റ മീൻസ് ദ സ്റ്റൊമേറ്റ വിൽ ബി ക്ലോസ്ഡ്. സ്റ്റൊമേറ്റ അടഞ്ഞായിരിക്കും, ചുരുങ്ങിയായിരിക്കും. സോ ദർ വിൽ ബി നോ ലോസ് ഓഫ് വാട്ടർ ത്രൂ സ്റ്റൊമേറ്റ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് ഈ 3 പോയിന്റ്സ് പഠിക്കുക. ഓക്കെ, കോണിഫേഴ്സിൽ ദീസ് ആർ ദ 3 അഡാപ്റ്റേഷൻസ് ഇൻ കോണിഫേഴ്സ് ടു പ്രിവെന്റ് വാട്ടർ ലോസ്. അഡാപ്റ്റേഷൻസ് ഇൻ leaves. Okay, these are the 3 adaptations in leaves of conifers to prevent water loss. First one, needle-like leaves. Second one, thick cuticle. And third one, sunken stomata. നിങ്ങൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഓരോന്ന് കാര്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. നമുക്ക് എക്സാമിന് പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. Okay, so these are the 3 adaptations in conifers. First one, needle-like leaves. Second one, thick cuticle. And third one, sunken stomata. Okay. ഇനി എക്സാമ്പിള് കോണിഫേഴ്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ തന്നിട്ടുള്ളത്. അപ്പൊ ഈ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉള്ള പ്ലാന്റ്സിന് 2 എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് കോണിഫേഴ്സിന് 2 എക്സാമ്പിൾ. വൺ ഈസ് പൈനസ്, സെക്കൻഡ് വൺ സീഡ്ര. ഓക്കെ, അത് അഡാപ്റ്റേഷൻസിന്റെ കൂടെ കൂട്ടണ്ട, ഈ അഡാപ്റ്റേഷൻസ് കാണുന്ന 2 പ്ലാന്റ്സ് ആണ്. അതായത് കോണിഫേഴ്സിന് 2 എക്സാമ്പിൾസ് ആണ്, പൈനസ് ആൻഡ് സീഡ്രസ്. ഓക്കെ, ക്ലിയർ ആണോ അഡാപ്റ്റേഷൻസ്? യെസ് ടീച്ചർ. Yes, miss. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. എക്സാമ്പിൾ ഈ 2 എണ്ണമാണ്, ഈ 3 എണ്ണമാണ് അഡാപ്റ്റേഷൻ. ഓക്കെ ഓക്കെ. പവിത്ര പ്രസന്റ് അല്ലേ? പവിത്ര പവിത്ര പറഞ്ഞേ. വിച്ച് ആർ ദ 3 adaptations in conifers to prevent water loss? ഇപ്പൊ നമ്മൾ പറഞ്ഞ 3 പോയിന്റ്സ്. ടൊമാറ്റോ, needle-like leaves, thick cuticle, sunken stomata. Okay. Then Kirtana present alle? Kirtana. Yes, ma'am. Okay. Kirtana parne, which are the 3 adaptations present in conifers to prevent water loss? Kirtana parayo, which are the 3 adaptations to prevent water loss? ഞാൻ പറയുന്ന ക്ലിയർ ആവുന്നില്ലേ? Needle-like leaves, thick cuticle, ഞാൻ പറയുന്ന ക്ലിയർ ആവുന്ന? പറഞ്ഞോ. ഓക്കെ, needle-like leaves, thick cuticle, sunken stomata. ഓക്കെ കീർത്തന. കിട്ടി. ഓക്കെ കേട്ടു. ഓക്കെ കീർത്തന. ഓക്കെ കീർത്തന. ഓക്കെ കേട്ടു. ഓക്കെ, സോ ഇത്രയാണ് ലീവ്സിൽ പറയാനുള്ളത്. ലീവ്സ് എന്താണ്? ലീവ്സ് ആർ സിമ്പിൾ. ലീവ്സ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട്. Then the leaves can withstand extreme conditions such as extreme temperature, extreme humidity, extreme wind, etc. Then we have also discussed the 3 adaptations in leaves of conifers. Okay. Then next we are going to discuss regarding reproduction in gymnosperms. Okay, reproduction in gymnosperms. So gymnosperms are heterosporous. Okay, gymnosperms are heterosporous. So what do you mean by heterosporous? 2 types of spores. 2 types or more than 1 type of spores will be present. More than
one type of spores will be present. Okay, so gymnosperms are heterosporous. There are two types of spores in gymnosperm. One microspores and second one megaspores. So there are two types of spores in gymnosperm. First one microspores and second one megaspores. So micro, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് എനിക്ക് ഒന്ന് ഓർക്കാട്ടോ നിങ്ങൾ. മൈക്രോ സംതിങ് റിലേറ്റഡ് ടു മെയിൽ ഗാമേറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടേമാണ് മൈക്രോ. നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയ എന്നൊക്കെ പറയും. ദാറ്റ് ഇസ് റിലേറ്റഡ് ടു മെയിൽ ഗാമേറ്റ്. Then mega is something related to female gamete. Okay, so gymnosperms are heterosporous and two types of spores are there, microspores and megaspores. Microspores, micro, male gamete ആയിട്ട് male reproductive system ആയിട്ട് relate ചെയ്ത് വരുന്ന ടേമാണ്. Mega is something related to female reproductive part. So microspores develop in microsporangia. Okay, this microspores നമ്മൾക്കറിയാലോ spores എപ്പോഴും എവിടെയാ ഫോം ചെയ്യുന്നത്? Spores are formed in structures called as sporangia. So microspores are formed in microsporangia and megaspores are formed in megasporangia. Okay, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. Spores are formed in structures called as sporangia. Okay, spores are formed in structures called as sporangia. So here microspores are formed in structures called microsporangia and megaspores are formed in structures called megasporangia. So gymnosperms are heterosporous and they will have two types of spores, microspores and megaspores. Microspores develop in microsporangia and megaspores develop in megasporangia. We have discussed that the spores are formed in sporangia. Okay, then sporangia എവിടെ ഉണ്ടാവുക? Sporangia are present in leaf-like structures called sporophyll. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ ടെറിഡോഫൈറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു leaf-like structures called sporophylls are there. Okay, ഞാൻ ഫിഗർ ഒന്ന് കാണിച്ചു തരാം ടെറിഡോഫൈറ്റിന്റെ. അപ്പൊ നിങ്ങൾക്ക് അന്ന് പറഞ്ഞ ഓർമ്മ കിട്ടും. ഓക്കെ, സോ ദിസ് leaf-like structure ഇത് ടെറിഡോഫൈറ്റ് ആണ് കേട്ടോ. ജിംനോസ്പെർമുമായിട്ട് കൺഫ്യൂസിങ് ആവല്ലേ. Pteridophyte is a leaf-like structure that is called a sporophyll, and this sporophyll has structures called a sporangia. Inside the sporangia, spores will be present. നമ്മൾ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ഇവിടെയും sporophylls, leaf-like structures called sporophylls will be present. In gymnosperms also, sporangia are formed in leaf-like structures called sporophyll. ഇവിടുത്തെ leaf-like structures എന്ന് പറയുന്ന പേരാണ് sporophyll. So sporangia are present in this leaf-like structures called sporophyll. Okay, sporophyll. Sporophylls are of two types, microsporophyll and megasporophyll. ഞാൻ പറഞ്ഞത് ഓർക്കാം, micro that is something related to male and mega that is something related to female. So there are two types of sporophyll, microsporophyll and megasporophyll. സ്പൊറാഞ്ചിയ എവിടെ ഉണ്ടാവുക? സ്പോറോഫിലിന്റെ ഉള്ളിൽ. സ്പോറോഫില്ലാണ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ടല്ലോ leaf-like structures are called sporophyll and this sporophyll will contain sporangia. Inside the sporangia what will be present? Spores will be present. Okay, leaf പോലത്തെ സ്ട്രക്ചേഴ്സ് ആണ് സ്പോറോഫിൽ. അതിലെന്തുണ്ട്? സ്പൊറാഞ്ചിയ ഉണ്ട്. സ്പൊറാഞ്ചിയയുടെ ഉള്ളിലാണ് ഈ പറയുന്ന സ്പോർസ്, മൈക്രോസ്പോറും മെഗാസ്പോറും ഒക്കെ ഉണ്ടാവുക. സോ രണ്ട് ടൈപ്പ് സ്പോറോഫിൽ ഉണ്ട്, ഓർ ടു ടൈപ്സ് ഓഫ് ലീവ്സ് എന്ന് നമുക്ക് പറയാം. leaf-like structures, two type of leaf-like structures, that is microsporophyll and megasporophyll. Microsporophyll will contain microsporangia. Okay, microsporophyll will contain microsporangia and megasporophyll will contain megasporangia. Sporophyll, sporangia എല്ലാം കൂടി കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. Sporophyll, that means leaf-like structures. Okay, leaf ആണ്, ലീഫ് പോലെ അതാണ് sporophyll. leaf-like structures ആണ് sporophyll. Then sporophyllന്റെ ഉള്ളിൽ എന്തുണ്ട്? Sporophyll will have sporangia. Okay, sporophyll will contain sporangia. Spores എവിടെ ഉണ്ടാവുക? ഈ sporangiaയുടെ ഉള്ളിലാണ് spores പ്രസന്റ് ആയിട്ടുണ്ടാവുക. Okay, so sporophylls are of two types, microsporophyll, megasporophyll. Okay, microsporophyllന്റെ ഉള്ളിൽ ഏത് sporangia ഉണ്ടാവുക? Microsporangia will be present. Megasporophyll will contain megasporangia. Then microsporangiaയുടെ ഉള്ളിൽ ആരുണ്ടാവും? ഏത് spores ആയിരിക്കും microsporangiaയുടെ ഉള്ളിൽ ഉണ്ടാവുക? Which spores? Microspores or megaspores?
Microspores. Microspores. Microspores will be present inside microsporangia and megaspores will be present inside megasporangia. Okay, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ടേമുകളാണ് പലതും, കൺഫ്യൂഷൻ ആവരുത്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പോവാട്ടോ. സ്പോറോഫിൽസ് എന്ന് വെച്ചാൽ ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സ്പോറോഫിൽ. സ്പോറോഫിൽ എന്തുണ്ട്? സ്പൊറാഞ്ചി ഉണ്ട്, സ്പൊറാഞ്ചിയുടെ ഉള്ളിൽ സ്പോർസ് ഉണ്ട്. സ്പോറോഫിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ. ഇൻ കേസ് ഓഫ് ജിംനോസ്പേം, സ്പോറോഫിൽസ് ആർ ഓഫ് ടു ടൈപ്സ്, microsporophil, megasporophil. Then microsporophil will contain microsporangia. Megasporophil will contain megasporangia. Microsporangia ഏത് spores ആണുള്ളത്? Microspores are present and in megasporangia megaspores are. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ ഇപ്പൊ പറഞ്ഞ കാര്യം? ക്ലിയർ ആണോ എല്ലാവർക്കും? Another thing, sporophils, that is leaf-like structures. Okay. Sporophils form reproductive structures called lacs or cones or strobili. നമ്മൾ മെയിൻലി പറയുന്ന ഒരു ടേം ആണ് കോൺസ്. ഓക്കെ, സോ ജിംനോസ്പേംസിൽ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, ഓക്കെ, മെയിൽ കോണും ഫീമെയിൽ കോണും ഒക്കെ ഉണ്ടാവും. സോ ദീസ് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് കോൺസ് ഓർ ലാക്സ് ഓർ സ്ട്രോബിലൈ. സോ ദിസ് കോൺസ് ഓർ ലാക്സ് ഓർ സ്ട്രോബിലൈ ആർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. സോ ദീസ് ആർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്. ആദ്യം അത് ഫോം ചെയ്യുന്നത് ഈ ഒരു സ്പോറോഫില് ഫോം ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് കോൺസ് ഓർ സ്ട്രോബിലൈ ഓർ ലാക്സ്. ഓക്കെ, സ്ട്രോബിലൈ എന്നും ലാക്സ് എന്നൊന്നും പേര് കിട്ടിയില്ലെങ്കിലും കോൺസ് എന്നെങ്കിലും ഓർത്ത് വെക്കുക കേട്ടോ. സ്ട്രോബിലൈ എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസിൽ വരാം, കോൺസ് എന്നാണ് കൂടുതലും കാണാറുള്ളത്. സോ കോൺസ്, ദേ ആർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ ജിംനോസ്പേംസ്. ഓക്കെ, കോൺസ് ആർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ഇൻ gymnosperms. They are the reproductive structures in gymnosperms. Okay, so reproduction la nammal first paranja karyam, it is heterosporous. Okay, gymnosperms are heterosporous. That is two type of spores will be present, microspores and megaspores. Then spores are formed in sporangia. Okay, microsporangia il microspores form cheyum, megasporangia il megaspores form cheyum. ഇനി മൈക്രോസ്പോറാഞ്ചിയ മെഗാസ്പോറാഞ്ചിയ ഒക്കെ എവിടെ ഇരിക്കുന്നത്? ദേ ആർ പ്രസന്റ് ഇൻ സ്പോറോഫിൽ. മൈക്രോസ്പോറാഞ്ചിയ ഈസ് പ്രസന്റ് ഇൻ മൈക്രോസ്പോറോഫിൽ ആൻഡ് മെഗാസ്പോറാഞ്ചിയ ഈസ് പ്രസന്റ് ഇൻ മെഗാസ്പോറോഫിൽ. ദെൻ ദിസ് സ്പോറോഫിൽസ് ഫോം റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കോൾഡ് കോൺസ്. കോൺസ് ആർ ഓൾസോ കോൾഡ് സ്ട്രോബിലൈ ഓർ ലാക്സ്. എന്ത് പറ്റി? എല്ലാവരുടെ വീഡിയോ വീണ്ടും ഓഫ് ആണല്ലോ, എല്ലാവരും ഉറങ്ങിപ്പോയോ? വീഡിയോ ഓൺ ചെയ്ത് വെക്കാം കേട്ടോ. സോ നമ്മൾ പറഞ്ഞു കോൺസ് ആർ ദർ. Cones may be male cone or female. Male cone ഉണ്ട്, male cone is also there and female cone is also there. ഇതാണ് male cones, ഇതാണ് female cones. അപ്പൊ ചില കേസസിൽ, in some cases, both the male cone and female cone will be present on the same tree. നമ്മൾ പ്ലാന്റ്സിൽ പറയാറില്ലേ, ചില പ്ലാന്റ്സിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും ദാറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ സെയിം പ്ലാന്റ് അല്ലെ, സെയിം ട്രീയിൽ തന്നെ അല്ലെങ്കിൽ സെയിം ഫ്ലവറിൽ തന്നെ ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് വിൽ ബി പ്രസന്റ്. നിങ്ങൾ സ്കൂളിൽ നമ്മൾ ഫ്ലവറിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഹിബിസ്കസ് ചെമ്പരത്തി പൂവിന്റെ സ്ട്രക്ചർ ഉള്ള ഒരു ഫിഗർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അതിൽ ബോത്ത് ദ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആർ പ്രസന്റ് ഇൻ ദ സെയിം ഫ്ലവർ. ലൈക്ക് ദാറ്റ് ഹിയർ ഇൻ ദ സെയിം പ്ലാന്റ് both the male and female cone will be present. Okay, in some cases both the male and female cones are present on the same tree or same plant. An example is pinus. Pinus il enganeyana രണ്ടും ഇത് നോക്കുക, ഒരു പ്ലാന്റിൽ തന്നെ ഒരു ട്രീയിൽ തന്നെ രണ്ടും ഉണ്ടാവും, മെയിൽ കോണും ഫീമെയിൽ കോണും ഒരു ട്രീയിൽ തന്നെ പ്രസന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഒരു കേസ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ പേരൊന്നും പറയുന്നില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ കോൺസ് ആർ പ്രസന്റ് ഓൺ ദ സെയിം ട്രീ. Example is pinus. Then male and female cone will be present in different trees. Male cone will be present in one and female cone will be present in another tree. Adine example aanu cycas. So in pinus, male and female cone are present on the same tree, whereas in cycas, male cone is present in one tree and female cone is present in another tree. Separate trees ilana male cone female cone present aayittundavuക. So pinus is an example for a gymnosperm in which male and female cones are present on the same tree, and cycas is an example
for a gymnosperm in which male cone is present in one tree and female cone in another tree. അതായത് ഡിഫറെന്റ് ട്രീസിലാണ് മെയിൽ കോണും ഫീമെയിൽ കോണും പ്രസന്റ് ആയിട്ടുണ്ടാവും. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ദാറ്റ് ഇസ് മൈക്രോസ്പോറോഫിൽ. ഓക്കെ, മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള മെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ടായിട്ടുള്ള മൈക്രോസ്പോറോഫിൽ ആണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ്. സ്പോറോഫിൽ, ദാറ്റ് ഇസ് ദ മെയിൽ പാർട്ട്. സോ ഇനി ഓർക്കാട്ടെ, ഇനി നമ്മൾ ഒരുപാട് ടേംസ്, ഇനിയിപ്പോ ആൻജിയോസ്പേംസ് വരുമ്പോഴാണെങ്കിലും മൈക്രോ, മെഗാ എന്നുള്ള കുറെ ടേംസ് വരും. അപ്പൊ ഒക്കെ ഓർത്ത് വെക്കാം, മൈക്രോ ഇസ് റിലേറ്റഡ് ടു മെയിൽ, മെഗാ ഇസ് റിലേറ്റഡ് ടു ഫീമെയിൽ. സോ മൈക്രോസ്പോറോഫിൽ, ദാറ്റ് ഇസ് ദ പാർട്ട് വിച്ച് പ്രൊഡ്യൂസ് മൈക്രോസ്പോർസ്. അല്ലെ, മൈക്രോസ്പോറോഫിലിന്റെ ഉള്ളിലാണ് മൈക്രോസ്പോറാഞ്ചിയ ഉണ്ടാവുക. അതാണ് നമ്മൾ പറയുന്നത്. സോ മൈക്രോസ്പോറോഫിൽ they contain microsporangia. So microsporangia are present in microsporophil. Then we have discussed that this microsporangia contain microspores. Okay, microsporangia contain microspores. So microsporophil has microsporangia. Microsporangia contain microspores. These microspores develop into male gametophyte. Microspores എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? Microspores develop into male gametophyte. So what do you mean by gametophyte? Male gametophyte. നിങ്ങൾ male gametes കേട്ടിട്ടുണ്ട്. Male gametophyte means the part which contains male gametes. Male gamete എന്തിന്റെ ഉള്ളിലാണോ ഇരിക്കുന്നത് അതിനെയാണ് നമ്മൾ മെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഫീമെയിൽ ഗാമേറ്റ് ഏത് സ്ട്രക്ചറിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ മെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് ദ സ്ട്രക്ചർ വിച്ച് കണ്ടെയ്ൻ മെയിൽ ഗാമേറ്റ്. ഓക്കെ, മെയിൽ ഗാമറ്റോഫൈറ്റ് ഈസ് ദ സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻ മെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റ് എവിടെയായിരിക്കും ഉണ്ടാവുക? മെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. So microspores will form male gametophyte. Microspores develop ചെയ്തിട്ടാണ് male gametophyte form ചെയ്യുന്നത്. And the male gametes will be present inside this male gametophyte. Okay, this gametophyte is called pollen grain. So what is the name of this male gametophyte? This male gametophyte is called pollen grain. ഇവിടെ മുതൽ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ആൻജിയോസ്പേംസിന്റെ റീപ്രൊഡക്ഷനോട് ഏകദേശം സിമിലർ ആണ് കേട്ടോ. അവിടെ നിങ്ങൾ പോളൻ ഗ്രെയിൻസ് പഠിച്ചിട്ടുണ്ട്. പോളൻ ഗ്രെയിൻസ് വിൽ കണ്ടെയ്ൻ മെയിൽ ഗാമേറ്റ്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഹിയർ ദ മെയിൽ ഗാമറ്റോഫൈറ്റ്, ദാറ്റ് ഇസ് പോളൻ ഗ്രെയിൻ, ആൻഡ് ദ മെയിൽ ഗാമേറ്റ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് ദിസ് പോളൻ ഗ്രെയിൻ. ഓക്കെ, ദ പോളൻ ഗ്രെയിൻസ് ആർ ഡെവലപ്ഡ് വിത്ത് മൈക്രോസ്പോറാഞ്ചിയ. ഒന്നുകൂടി പറയാം. Microsporophil contain microsporangia. Okay, microsporophil contain microsporangia. Inside the microsporangia, what will be present? Microspores will be present. Inside the microsporangia, microspores will be present. Okay, microspores will develop into male gametophyte. Male gametophyte ആരാണ്? Pollen grain is the male gametophyte and that will contain male gamete. Okay, pollen grain is the male gametophyte which will contain male gamete. Okay, Yes, ഇത് കഴിഞ്ഞോ? Yes, teacher. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ചാർട്ട് പോലെ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോ താഴെ, വേർഡ്സിലല്ലാതെ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ദാറ്റ് മൈക്രോസ്പോറോഫിൽ. Okay, microsporophil contain microsporangia and inside the microsporangia microspores will be present. Okay, microsporophil, microsporangia, microspores. Microspores will develop into pollen grain. So pollen grains are male gametophyte and this male gametophyte will contain male gamete. Okay, microsporophil microsporangia ഉണ്ട്. മൈക്രോസ്പോറാഞ്ചിയുടെ ഉള്ളിൽ അതുണ്ട്, മൈക്രോസ്പോർസ് ഉണ്ട്. മൈക്രോസ്പോർസ് develop to form the male gametophyte, that is pollen grain. Okay, pollen grains. Inside the pollen grains, what will be present? Male gamete will be present. Pollen grainന്റെ ഉള്ളിലായിരിക്കും male gamete present ആയിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പൊ മൈക്രോസ്പോറോഫിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? മൈക്രോസ്പോറോഫിൽ കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് മെഗാസ്പോറോഫിൽ. Okay, so megasporophil or the female reproductive part. So this megasporophil has megasporangia.
മെഗാസ്പൊറാഞ്ചിയ ഈസ് ഓൾസോ കോൾഡ് ഓവ്യൂൾ. നമ്മൾ പറഞ്ഞില്ലേ ഓവ്യൂൾ ഡെവലപ്സ് ഇൻടു സീഡ് എന്നൊക്കെ പറഞ്ഞല്ലോ. സോ ഓവ്യൂൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയ. സോ മെഗാസ്പോറോഫിൽ contain megasporangia, and inside the megasporangia what will be present? Megaspores will be present. Okay, ovule or megasporangia, and inside the megasporangia megaspores will be present. അപ്പൊ മൈക്രോസ്പോറോഫിലിന്റെ ഉള്ളിൽ മൈക്രോസ്പോർസ് ഉണ്ട്. മൈക്രോസ്പോർസ് പോളൻ ഗ്രെയിൻ ഫോം ചെയ്യും. അതിന്റെ അകത്താണ് മെയിൽ ഗാമേറ്റ് ഉണ്ടാവുക. മെഗാസ്പോറോഫിലിന്റെ ഉള്ളില് മെഗാസ്പൊറാഞ്ചിയ ഉണ്ട്. അതിന് പറയുന്ന വേറൊരു പേരാണ് ഓവ്യൂൾ. And this megasporangia will contain megaspores. നമ്മൾ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ആൻജിയോസ്പെർമ്സിലും വന്നത്. വലിയ ഡിഫറൻസ് ഒന്നുമില്ല ഓവ്യൂളിന്റെ സ്ട്രക്ചറിലൊന്നും. സെക്കൻഡ് ഇയറിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്കിത് ജസ്റ്റ് ടേംസ് ഒക്കെ ഒന്ന് പറഞ്ഞു പോകണേ ഉള്ളൂ. ഓക്കെ, സോ മെഗാസ്പോർ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് എ ബോഡി കോൾഡ് ന്യൂസെല്ലസ്. സോ ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് ഈ കാണിച്ചിരുന്നത്. ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഓവ്യൂൾ. സോ ഇവിടെ ഇതാണ് ഓവ്യൂൾ. ഇത് നമ്മൾ ആൻജിയോസ്പെർമിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ വേറെ ഇതിന്റെ ജിംനോസ്പെർമിന്റെ ഫിഗർ അല്ല, ഫിഗർ ആൻജിയോസ്പെർമിന്റെ ആണ്, കറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആൻജിയോസ്പെർമില് ഇത്രയും പോർഷൻ ആണ് ആർക്ക് ഉണ്ടാവുള്ളൂ? ജിംനോസ്പെർമിന് ഉണ്ടാവുള്ളൂ. ഓവറി പാർട്ട് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും പോർഷൻ നോക്കുക, ഇത്രയും പോർഷൻ മാത്രം നോക്കുക. സോ ആൻജിയോസ്പെർംസ് ആണ് ഈ ഒരു ഓവറി പ്രസന്റ് ആയിട്ടുള്ളത്. ജിംനോസ്പെർംസിൽ ഓവറി ഇല്ല. സോ ഹിയർ യു ക്യാൻ സി this part. This consists of a group of cells. Okay, this part includes a group of cells, and this part is called a nucellus. Okay, so megasporangium or ovule aanu to istrayum portion parnathu. This part is the ovule or megasporangium. So this megasporangium consists of a group of cells. Ullile കാണുന്ന this group of cells, that is called a nucellus. Okay, so megasporangium consists of nucellus, that includes a group of cells, and this nucellus is protected by an envelope. ഈ green color കാണുന്ന nucellusനെ protect ചെയ്തുകൊണ്ട് covering present ആണ്. Okay, nucellus is protected by an envelope. ആ എൻവലപ്പിന് ഒരു പേരൊക്കെ ഉണ്ട്, ഇൻജെഗ്മെന്റ്സ്. അത് നിങ്ങൾക്ക് ഇപ്പൊ വേണ്ട, നെക്സ്റ്റ് ഇയർ ആൻജിയോസ്പെർംസ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇപ്പൊ ജസ്റ്റ് അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ഉണ്ടെന്ന് മാത്രം എഴുതാം കേട്ടോ. ന്യൂസെല്ലസ് is covered by a protective covering, that is it is protected by envelope. Then നീ ശ്രദ്ധിക്കുക, ന്യൂസെല്ലസ് has got many cells അല്ലെ, കുറെ സെൽസ് ഉണ്ട് ന്യൂസെല്ലസിൽ. among that one cell of the nucellus, okay, one cell of the nucellus that will act as megaspore mother cell. Megaspore mother cell. ന്യൂസെല്ലസിൽ കുറെ സെൽസ് ഉണ്ട്, കുറെ സെൽസ് ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ന്യൂസെല്ലസിൽ. മെനി സെൽസ് ആർ ദർ. among that one cell, അതിൽ ഒരു സെല്ല്, ന്യൂസെല്ലസിലെ ഒരു സെല്ല് എന്തായിട്ട് ആക്ട് ചെയ്യും? that will act as megaspore mother cell. And this megaspore mother cell undergoes meiosis to form 4 megaspores. Okay, ഞാൻ വരച്ച് കാണിക്കാം ഈ ഫിഗർ. നിങ്ങളിപ്പോ ജസ്റ്റ് ഈ ഒരു വാക്ക് എഴുതുക കേട്ടോ, ഇത് എഴുതുക, എന്നിട്ട് ഒന്നും കൂടി വരച്ച് കാണിച്ചു തരാം. സോ one cell, okay, one cell of the nucellus will act as megaspore mother cell. ന്യൂസെല്ലസിലെ ഒരു സെൽ എന്തായിട്ട് ആക്ട് ചെയ്യും? that will act as megaspore mother cell, and this megaspore mother cell undergoes meiosis. Okay, that will undergo meiosis to form 4 megaspores. Okay, ഇത്ര എഴുതി കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടോ, അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും മതി, എഴുതാൻ ഇത്രയും മതി, കാര്യം മനസ്സിലാക്കി വെക്കാം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ വരുന്നുണ്ട്, ഒരു ചാപ്റ്റർ തന്നെ ഫുള്ള് ഈ ഒരു പ്രോസസ്സ് പറയുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഈ ടേംസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. Okay, so the megaspore mother cell undergo meiosis to form 4 megaspores. ഇവിടെ നോക്കാം, നമ്മളിപ്പോ പറഞ്ഞ കാര്യം കേട്ടോ, എങ്ങനെയാണ് ആ പ്രോസസ് എന്ന് കാണിച്ചു തരാം. That is nucellus. Okay, and this nucellus includes a group of cells. Okay, nucellus includes a group of cells. Then this nucellus is protected by 2 layers. Okay, one cell from this nucellus, anyone, അതായത് നമ്മൾ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ പറയും കുറച്ചും കൂടി നല്ല റിച്ച് സൈറ്റോപ്ലാസവും
പ്രോപ്പർ ആയിട്ട് ഒരു ന്യൂക്ലിയസ് ഒക്കെയുള്ള a cell from this nucellus. Okay, a cell from this nucellus that will act as megaspore mother cell. ഒരു സെല്ല് ന്യൂസെല്ലസിലെ ഒരു സെല്ല് എന്തായിട്ട് ആക്ട് ചെയ്യും? മെഗാസ്പോർ മദർ സെല്ലായിട്ട് ആക്ട് ചെയ്യും. മെഗാസ്പോർ മദർ സെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മദർ എന്ന് വെച്ചാൽ അതിൽ നിന്നാണ് മെഗാസ്പോർസ് ഫോം ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. സോ മെഗാസ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഒരു സെല്ല് ദാറ്റ് വിൽ ആക്ട് ആസ് megaspore mother. So this cell will undergo meiosis. Okay, this cell will undergo meiosis. So we have studied mitosis and meiosis. So mitosis, it is the എന്ത് ഡിവിഷൻ ആ മൈറ്റോസിസ് ഞാൻ പറഞ്ഞിട്ടുള്ള എന്ത് ഡിവിഷൻ എന്നാ പറഞ്ഞിട്ടുള്ള മൈറ്റോസിസ്? മൈറ്റോസിസ് is the Equational division. ടൈപ്പ് ഡിവിഷൻ? ഇക്വേഷണൽ ഡിവിഷൻ അല്ലെ. ക്രോമസോം നമ്പർ will remain the same. So mitosis, it is the equational division and meiosis is the reduction division. അതുപോലെ തന്നെ ഓർത്ത് വെക്കുക, ഒരു സെല്ല് when it undergoes mitosis, 2 daughter cells will be formed. Okay, so after mitosis 2 daughter cells will be formed. After meiosis how many daughter cells will be formed? After meiosis എത്ര daughter cell ആ ഫോം ചെയ്യണേ? 2 daughter cell ആണോ ഉണ്ടാവുള്ളൂ? 4. ഒരു parent cell, 4 daughter cells will be formed. Okay, that is one parent cell. മിയോസിസിൽ 2, നിങ്ങൾക്ക് അത് സെൽ സൈക്കിളിന്റെ ചാപ്റ്റർ ഡീറ്റെയിൽ വരൂ കേട്ടോ. മിയോസിസിൽ തന്നെ 2 ടൈപ്പ് ആണ്, മിയോസിസ് 1 ആൻഡ് മിയോസിസ് 2 വിൽ ഒക്കർ. ഓക്കെ, സോ ഫസ്റ്റ് മിയോസിസ് 1 കഴിയുമ്പോൾ തന്നെ മിയോസിസ് 1 കഴിയുമ്പോൾ 2 daughter cells will be formed. Okay, then after meiosis 2 ഇവര് വീണ്ടും ഡിവൈഡ് ചെയ്യും. That is 4 daughter cells will be formed. So this megaspore mother cell that will undergo meiosis to form 4 megaspores. Megaspore mother cell meiosis നടന്ന് എന്ത് ഫോം ചെയ്യും? 4 megaspores will be formed. So this one is megaspore mother cell that will undergo meiosis to form 4 megaspores. Okay, that will undergo meiosis to form 4 megaspores. ഇവിടെ വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? വൈശാഖ്. So 4 megaspores are formed. Okay, megaspore mother cell will undergo meiosis to form 4 megaspores. Then ഇവിടെ 4 megaspores ഫോം ചെയ്യുന്നുണ്ട്. But only 1 will be functional. Okay, among the 4 megaspores formed, only 1 will be functional. ബാക്കിയുള്ള 3 പേരും നോൺ ഫങ്ഷണൽ ആയിരിക്കും, അത് ഡീജനറേറ്റ് ചെയ്ത് പോകും. Only 1 megaspore will be functional and 1 megaspore will be functional and this functional megaspore will give rise to female gametophyte. അവിടെ എളുപ്പമായിരുന്നു. മൈക്രോസ്പോർസിന്റെ കേസിൽ വളരെ സിമ്പിൾ ആയിരുന്നു. മൈക്രോസ്പോർസിൽ നിന്ന് പോളൻ ഗ്രെയിൻ ഫോം ചെയ്തു, അതായിരുന്നു മെയിൽ ഗാമറ്റോഫൈറ്റ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് കാര്യങ്ങള്. മെഗാസ്പോർ മദർ സെൽ ഈസ് that will undergo meiosis to form 4 megaspores. Among that 4 megaspores, only 1 megaspore will be functional. 4 പേര് ഫോം ചെയ്തു, 4 പേരും ഫങ്ഷണൽ അല്ല. ഒരാള് മാത്രമാണ് അവിടെ ഫങ്ഷണൽ ആയിട്ടുള്ളൂ, ബാക്കിയുള്ള 3 പേരും ഡീജനറേറ്റ് ചെയ്തു പോകും. And that one functional megaspore will give rise to female gametophyte. Okay, that one functional megaspore will give rise to female gametophyte. Female gametophyte എങ്ങനെയാ ഫോം ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞു. ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എങ്ങനെയാ ഫോം ചെയ്യുന്നത്? 4 ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയാ. പറയാം. ഓക്കെ, ദാറ്റ് ഇസ് മുതൽ പറയണോ? ന്യൂസെല്ലസിന്റെ മുതൽ പറയണോ? അത് ഫങ്ഷണൽ മെഗാസ്പോർ മുതലാണോ? ഓക്കെ. ടോട്ടൽ 4 megaspores will be formed അല്ലെ? അതില് ഒരു മെഗാസ്പോർ മാത്രമാണ് എന്തുള്ളൂ? ഫങ്ഷണൽ ആയിട്ടുള്ളൂ. ബാക്കിയുള്ള 3 പേരും ഡീജനറേറ്റ് ചെയ്ത് പോകും, നശിച്ചു പോകും. Only 1 megaspore will be functional and this 1 megaspore will give rise to the female gametophyte. അതായത് ഫീമെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത് ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ്. ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുക. ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത് ഈ ഒരൊറ്റ മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, സോ ഫ്രം ദ സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോർ female gametophyte. So female gametophyte will contain female gamete.
ഓക്കെ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റിന്റെ ഉള്ളിലാണ് ആരുണ്ടാവുക? ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവുക. ആ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത് ദാറ്റ് ഇസ് ഫ്രം ദിസ് സിംഗിൾ ഫങ്ഷണൽ മെഗാസ്പോർ. ഹിയർ ഇൻ കേസ് ഓഫ് ജിംനോസ്പെർം the male and female gametophyte, okay, male and female gametophyte, they have no independent existence. Free living alla, separate ചെയ്ത് നമ്മള് ബ്രയോഫൈറ്റിലും ടെറിഡോഫൈറ്റിലൊക്കെ കണ്ടില്ലേ, ഗാമറ്റോഫൈറ്റ് സ്റ്റേജ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും, ഫ്രീ ലീവിംഗ് ആയിട്ട് നിൽക്കും. പ്രോതാലസ് ഒക്കെ ഫ്രീ ലീവിംഗ് ആണ് നമ്മൾ പറഞ്ഞു. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. ഗാമറ്റോഫൈറ്റ്, മെയിൽ ഗാമറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്, they have no independent existence and they remain within the sporangia. ഒറ്റയ്ക്ക് നിൽക്കില്ല, എവിടെ നിൽക്കുള്ളൂ? സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ തന്നെയായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. So the male and female gametophyte, they have no independent existence. That is, they are not free living. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഇപ്പോഴും എവിടെ നിൽക്കുള്ളൂ? സ്പൊറാഞ്ചിയയുടെ ഉള്ളിൽ തന്നെയായിരിക്കും പ്രസന്റ് ആയിട്ടുണ്ടാവുക. Then pollen grains are released from microsporangium and they are carried in air currents and meet the opening of the ovules. നമ്മുടെ സ്കൂളില് pollination പഠിച്ചിട്ടുണ്ടല്ലേ? So what was pollination? Can you define pollination? What is pollination? എന്താ pollination? Transfer of pollen grains. Transfer of pollen grains. So pollination, it is the transfer of pollen grains. Transfer of pollen grains. നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ പറയും ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഇവിടെ നമ്മൾ അങ്ങനെ പറയണ്ട. ഫ്രം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ടു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. So the pollen grains are released from microsporangium. Okay, pollen grains എവിടെ ഉണ്ടായിരുന്നെ ഓർക്കുക? pollen grains, they are the male gametophyte and pollen grains are present in the microsporangium. Okay, so pollen grains are released from the microsporangium. So ഇവിടെ male gamete that is present inside this pollen grain. Okay, so pollen grains are released and this pollen grain will contain male gamete. Pollen grains ന്റെ ഉള്ളിലാണ് male gamete present ആയിട്ടുണ്ടാവുക. So pollen grains are released and the pollen grains will contain male gamete. Then pollen grains are released and these pollen grains are carried to the opening of ovule. മെഗാസ്പൊറാഞ്ചിയ, ഓവ്യൂളിന്റെ ഉള്ളിലാണ് നമ്മുടെ ഫീമെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത് അല്ലെ? സോ ഫീമെയിൽ ഗാമേറ്റിന്റെ അടുത്തേക്ക് ഈ ഒരു മെയിൽ ഗാമേറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകും. ആര് കൊണ്ടുപോകും? ക്യാരി ബൈ എയർ കറന്റ്. എയർ കറന്റ് മീൻസ് ആണ് ഈ ഒരു പോളൻ ഗ്രെയിൻസ് ദേ ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഓവ്യൂൾ. മെയിൻലി വിൻഡ് എന്ന് പറയാൻ കാരണം എന്താ? നമ്മള് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മൾ പറയാല്ലേ, ഇൻസെക്ട്സ് ഒക്കെ ഈ ഒരു പോളൻ ഗ്രെയിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തുകൊണ്ടായിരിക്കും ഇൻസെക്ട്സ് അധികം ഇൻവോൾവ് ചെയ്യാത്തത്? ഫ്രൂട്ട് ഇല്ലാത്തോണ്ടാണോ? ഫ്ലവർ ഇല്ല അല്ലേ? ഫ്ലവർ ഇല്ല. ഫ്ലവർ ഉണ്ടെങ്കിലല്ലേ ഇൻസെക്ട് വരുള്ളൂ. ഇൻസെക്ടിനെ അട്രാക്ട് ചെയ്യാന്നുള്ളതാണ് ആ ഒരു ഫ്ലവറിന്റെ ബ്രൈറ്റ് കളേർഡ് പെറ്റലൊക്കെ ഉള്ളതിന്റെ, ആ ഒരു ബ്രൈറ്റ് കളേർഡ് ആയിട്ടുള്ള ഇതളുകളൊക്കെ ഉള്ളതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പോളിനേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ദാറ്റ് ഇസ് ബൈ എയർ കറന്റ്സ്. ഓക്കെ, so pollen grains, they are released from microsporangium and with the help of air currents the pollen grains reach at the opening of the ovule. Ovule inde opening part il pollen grains ettum. അതാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. These are the pollen grains. Okay, these are the pollen grains. So this one is the ovule. Okay, this is the ovule. ഓവ്യൂളിന്റെ ഉള്ളില് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് വിൽ കണ്ടെയ്ൻ ഫീമെയിൽ ഗാമേറ്റ്. ദെൻ ഓവ്യൂളിന്റെ ഓപ്പണിംഗ് പാർട്ടില് പോളൻ ഗ്രെയിൻസ് എത്തും ആൻഡ് ദേ വിൽ റീച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എയർ കറന്റ്. ദെൻ ഇവിടെ ഒരു പാർട്ട് കൂടി പറയാനുണ്ട്. ദിസ് ഇസ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ദിസ് ലാർജ് പാർട്ട് ഇസ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഈ ഫീമെയിൽ ഗാമറ്റോഫൈറ്റിൽ ഈ രണ്ട് സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ടല്ലോ, ഈ ഗ്രീൻ കളേർഡ്, ഇതിന് പറയുന്ന പേരാണ്, these two structures are called archegonia. പേര് മാത്രം ഒന്ന് എഴുതാട്ടോ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഈ ഒരു പേര്. So these two structures, they are called archegonia. So inside the female gametophyte, two archegonia will be present. അതിന്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമേറ്റ് ഇരിക്കുക. ഓക്കെ, ഇൻസൈഡ് ദ ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഒന്നും കൂടി പറയാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട. ഇത് ഓവ്യൂള്. This large structure is ovule. Okay, so this large structure is ovule. Inside the ovule, this part, this is
female gametophyte. Okay, this is female gametophyte. Inside the female gametophyte, these two structures, pink color കാണുന്ന ഈ രണ്ട് structures ആണ് ആർക്കിഗോണിയ. ആർക്കിഗോണിയയുടെ ഉള്ളിലാണ് ഗാമേറ്റ്സ് പ്രസന്റ് ആയിട്ടുണ്ടാവുക. So, with the help of air currents, the pollen grains are carried to the opening of the ovule. Ovule openingിലേക്ക് pollen grains വന്നു. ഇനി വന്നിട്ട് pollen grains എന്ത് ചെയ്യും? Pollen grains will germinate. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലേ? Pollen grains will germinate and a pollen tube will be formed. Flowering plantsന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് pollen grains സ്റ്റിഗ്മയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ അത് ഒരു പോളൻ ട്യൂബ് ഫോം ചെയ്യുന്ന പഠിച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ ജിംനോസ്പെർമിന്റെ കേസിലും പോളൻ ഗ്രെയിൻസ് വന്നു. They will reach the opening of the ovule. Then this pollen grains will form a tube-like structure. Okay, pollen grains will form a tube-like structure. So the pollen tube carrying the male gamete. So male gamete ഈ ഒരു pollen tube ന്റെ ഉള്ളിൽ present ആയി. Okay, so the pollen tube carrying the male gamete grows towards archegonia in the ovule and they discharge their contents near the mouth of archegonia. അതായത് pollen grains ഇവിടെ വന്ന pollen grains എന്ത് ചെയ്യും? They will germinate എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. Germination എന്നാണ് പറയുന്നത്. That is a pollen tube will be formed. So this one is the pollen tube. Pollen grain, it is the male gametophyte that contain male gametes. Male gametes pollen tube ന്റെ ഉള്ളിലാണ് present ആയിട്ടുണ്ടാവുക. Then this pollen tube will germinate. That is, sorry, pollen tube അല്ല, pollen grain will germinate. Germinate എന്ന് വെച്ചാൽ എന്താ? അവിടെ ഒരു pollen tube form ചെയ്യും. A pollen tube will be formed. Then through this pollen tube, the male gametes will reach near the female gamete. Pollen tube നേരെ എങ്ങോട്ടാ പോണത്? ആർക്കിഗോണിയയുടെ മൗത്തിലേക്ക്. ഈ ഒരു പാർട്ടാണ്, ദാറ്റ് ഇസ് ദ മൗത്ത് ഓഫ് ആർക്കിഗോണിയ. സോ ആർക്കിഗോണിയയിലേക്കാണ് നേരെ ഈ പോളൻ ട്യൂബ് പോകുന്നത്. പോളൻ ട്യൂബിൽ ആരുണ്ടാവും? മെയിൽ ഗാമേറ്റ് പ്രസന്റ് ആയിരിക്കും. ആർക്കിഗോണിയയുടെ ഉള്ളിലാണ് ഫീമെയിൽ ഗാമേറ്റ്. സോ ദ മെയിൽ ഗാമേറ്റ് ക്യാൻ റീച്ച് ദ ഫീമെയിൽ ഗാമേറ്റ്. ഓക്കെ, സോ ദ പോളൻ ട്യൂബ് carrying male gametes. Okay, pollen tube carrying male gametes grows towards archegonia. എങ്ങോട്ട് പോകും? ആർക്കിഗോണിയയുടെ അടുത്തേക്ക് പോകും. And they will discharge their content. So that is the content. Content is the male gamete. അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? മെയിൽ ഗാമേറ്റ് ആണ്. മെയിൽ ഗാമേറ്റിനെ എങ്ങോട്ട് റിലീസ് ചെയ്യും? They will release their content to the mouth of archegonia. ഇങ്ങോട്ടേക്ക് ആ മെയിൽ ഗാമേറ്റിനെ റിലീസ് ചെയ്യും. Okay, the male gametes are released near the mouth of archegonia and fertilization occurs. Okay, male gametum female gametum കൂടി ഫ്യൂസ് ചെയ്യും. That is the process of fertilization. So pollen grains വന്നു. pollen grains വന്നു. pollen grains എന്ത് ചെയ്തു? pollen tube form ചെയ്തു. Through the pollen tube, male gametes move to archegonia and they are released here. Then the male gamete fuses with the female gamete inside the archegonia to form a zygote. Okay, male gamete fuses with the female gamete to form zygote. Okay, after fertilization, what will be formed? Zygote will be formed. Okay, after fertilization, zygote will be formed. ഒന്നും കൂടി പറയാം. pollen grains വന്നു. എല്ലാരും പോയോ? എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണല്ലോ. ട്യൂൺ ചെയ്യുക. എല്ലാവരും വീഡിയോ ഓഫ് ചെയ്തിരിക്കുകയാണല്ലോ. Okay, so pollen grains വന്നു. pollen grain will form a pollen tube. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പാർട്ടാണ്. pollen grain will form a pollen tube. Okay, so pollen grain ഉള്ളിൽ ആരുണ്ടായിരുന്നു? മെയിൽ ഗാമേറ്റ് ഉണ്ടായിരുന്നു. So this male gametes from the pollen grain are carried by the pollen tube to the archegonia. ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലാണ് ഉള്ളത് ഫീമെയിൽ ഗാമേറ്റ് ഇരിക്കുന്നത്. ആർക്കിഗോണിയത്തിന്റെ മൗത്ത് റീജിയനിൽ വന്ന് റിലീസ് ചെയ്യും മെയിൽ ഗാമേറ്റ്. Then what will happen? This male gamete fuses with the female gamete to form a zygote. Male gamete fuses with the female gamete to form a zygote, and this process is called fertilization. Fertilization. Okay, male gamete fuses with the female gamete to form a zygote. That is called fertilization. Then this zygote
develops into embryo. Zygote division ഒക്കെ നടന്ന് സെൽ ഡിവിഷൻ ഒക്കെ നടന്ന് എന്തായിട്ട് ഫോം ചെയ്യും? That develops into embryo. ഈ എംബ്രിയോയിനാണ് ആ ഒരു ഫ്യൂച്ചർ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. Zygote develops into embryo. So ഈ ഒരു ഹോൾ പ്രോസസ് നടക്കുന്നത് inside the ovule അല്ലേ? Inside the ovule this whole process is taking place and this ovule will form, ovule develop into seed. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണ് കേട്ടോ. സീഡിന്റെ ഉള്ളിലാണ് എന്ത്? സൈഗോട്ട്, ആ എംബ്രിയോ ഇരിക്കുന്നത് അല്ലെ? ഫ്യൂച്ചർ പ്ലാന്റ് ഇരിക്കുന്നത് സീഡിന്റെ ഉള്ളിലാണല്ലോ. നമ്മൾ സീഡ് മുളച്ചു കഴിയുമ്പോഴാണ് ആ ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത്. സോ സീഡിന്റെ ഉള്ളിലാണ് ആ ഒരു ഫ്യൂച്ചർ പ്ലാന്റ്, ദാറ്റ് ഇസ് എംബ്രിയോ ഉള്ളത്. ഓക്കെ, സോ ovule develops into seed. Then inside the ovule zygote was present that develops into embryo which develop into the future plant. Okay, clear ആണോ? Yes, miss. Clear ആണോ? Okay. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നും കൂടി പറയണമെന്നുണ്ടോ ഈ ഒരു പോർഷൻ? ആദിശ ക്ലിയർ ആണോ? Yes, ma'am, clear ആണ്. ഡൗട്ട് ഇല്ലെന്ന് വിചാരിക്കുന്നു. പോളൻ ഗ്രെയിൻസ് വന്നു, പോളൻ ട്യൂബ് ഫോം ചെയ്തു. പോളൻ ട്യൂബിൽ മെയിൽ ഗാമേറ്റ്സ് ഉണ്ട്. മെയിൽ ഗാമേറ്റ് എങ്ങോട്ട് റിലീസ് ചെയ്തു? ആർക്കിഗോണിയത്തിലേക്ക് റിലീസ് ചെയ്തു. അവിടെ മെയിൽ ഗാമേറ്റ് വിൽ ഫ്യൂസസ് വിത്ത് ഫീമെയിൽ ഗാമേറ്റ് ടു ഫോം സൈഗോട്ട്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ, ദെൻ ഓവ്യൂൾ ഡെവലപ്പ് ഇൻ ടു. അത്രേ ഉള്ളൂ നമുക്ക് ജിംനോസ്പെർംസിൽ പറയാനായിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത് ആൻജിയോസ്പെർംസുമായിട്ട് വരുമ്പം കുറച്ചുകൂടി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ. റീപ്രൊഡക്ഷൻ ഒക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ ജിംനോസ്പെർംസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ബ്രീഫായിട്ട് പറയാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇൻ ജിംനോസ്പെർംസ് ദ സീഡ്സ് ആർ നേക്കഡ്. ഓക്കെ, seeds are naked. Why? There is no ovary wall and there will be no fruit. Fruit ഇല്ല. Fruit ഇല്ലാത്തതുകൊണ്ട് seeds are naked seeds. That is, the seeds are not present inside the fruit. Okay, that is the main thing regarding gymnosperm. The seeds are naked seeds. പിന്നെ നമ്മൾ the tallest tree species which is a gymnosperm, that is Sequoia, which is the giant redwood. Then regarding roots, roots are taproot. Mycorrhiza is present in some roots such as pinus. Stem അല്ലതിന് മുമ്പ് nitrogen fixing roots are called coralloid roots. Nitrogen fixing roots present in gymnosperms are called coralloid roots. Example Cycas. Coralloid roots example Cycas. Then stem that may be branched or unbranched. Example for unbranched stem. ഇവിടെ ഈ സ്റ്റെം നോക്കുക, ഇതിന്റെ സ്റ്റെം ആണ്, ഇതൊക്കെ ലീഫാണ്. ഈ സ്റ്റെം എങ്ങനെയാ? സ്റ്റെം ബ്രാഞ്ച്ഡ് അല്ല, അൺബ്രാഞ്ച്ഡ് ആണ്. എക്സാമ്പിൾ സൈക്കസ്, സൈക്കസ് ആണ് കേട്ടോ. ദെൻ ബ്രാഞ്ച്ഡ് സ്റ്റെം എക്സാമ്പിൾ പൈനസ്, സെഡ്രസ് ഒക്കെ, ഇത് സെഡ്രസ് പ്ലാന്റ് ആണ്. പൈനസ്, സെഡ്രസ് ഒക്കെ ബ്രാഞ്ച്ഡ് സ്റ്റെം ഉള്ളവരാണ്. ദെൻ ലീഫ് ദാറ്റ് മേ ബി സിമ്പിൾ ഓർ കോമ്പൗണ്ട് ലീഫ്. സിമ്പിൾ ആയിരിക്കാം അല്ലെങ്കിൽ കോമ്പൗണ്ട് ലീഫ് ആയിരിക്കാം. Then leaves are adapted to withstand extreme conditions. Then in conifers, it important ആണ് ട്ടോ. Question വരാം. Okay, so in conifers, that is cones present ആയിട്ടുള്ളവരാണ് conifers. So in case of conifers such as pinus, cedrus, etc., they will have needle-like leaves. Okay, needle-like leaves will be present to reduce the surface area. So these are some adaptations for them to prevent water loss. അവരുടെ ബോഡിയിൽ നിന്ന് വാട്ടർ ലോസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് നീഡിൽ ലൈക്ക് ലീവ്സ്, സെക്കൻഡ് വൺ പ്രസൻസ് ഓഫ് തിക് ക്യൂട്ടിക്കിൾ ആൻഡ് തേർഡ് വൺ സങ്കൺ സ്റ്റൊമേറ്റ. നീഡിൽ ലൈക്ക് ലീവ്സ്, പ്രസൻസ് ഓഫ് തിക് ക്യൂട്ടിക്കിൾ, സങ്കൺ സ്റ്റൊമേറ്റ. സ്റ്റൊമേറ്റയൊക്കെ ചുരുങ്ങി, സ്റ്റൊമേറ്റ ഓപ്പൺ ആയിരിക്കില്ല, ഡേ ടൈമിലൊക്കെ ഒന്ന് ഇരിക്കും. അപ്പൊ വാട്ടർ ലോസ് ആവാതെ പ്രിവെന്റ് ചെയ്യും. സങ്കൺ സ്റ്റൊമേറ്റ വിൽ ബി പ്രസന്റ്. Okay, then next one, reproduction. Gymnosperms are heterosporous. That is, two types of spores will be present, microspores and megaspores. Okay, two types of spores are present in gymnosperm, microspores and megaspores. Then microspores develop in structures called microsporangia. Megaspores develop in structures called megasporangia. Then these are called a sporophyll. Two types of sporophyll, megasporophyll and microsporophyll. Then sporophyll form ചെയ്യുന്ന reproductive structures, they are called strobili or cones or lacs. Okay, two types of sporophyll, microsporophyll, megasporophyll.
microsporophyll contain microsporangia. Inside the microsporangia, microspores will be present. Megasporophyll contain megasporangia. Inside the megasporangia, megaspores will be present. Then sometimes the male and female cone will be present in the same tree. Okay, ചില കേസസിൽ സെയിം ട്രീയിൽ തന്നെ male and female cone present ആയിട്ടുണ്ടാവും. Example is pinus. But in some other cases, the male and female cones will be present in different trees. Example, ficus. Then microsporophyll contain microsporangia. Microspores develop to form male gametophyte. ഇവിടുത്തെ male gametophyte ആരാണ്? pollen grains. Pollen grains are the male gametophyte which contain male gametes. Megasporophyll contain megasporangia which is also called ovule. ഇനി ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് എങ്ങനെയാ ഫോം ചെയ്യണേന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് ന്യൂസെല്ലസ്. ഓക്കെ, എ ഗ്രൂപ്പ് ഓഫ് സെൽസ് പ്രസന്റ് ഇൻ ദ ഓവ്യൂൾ. ഓവ്യൂളിന്റെ ഉള്ളിൽ ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ന്യൂസെല്ലസ്. Among that group of cells, a single cell will act as megaspore mother cell, and this cell will undergo meiosis to form 4 megaspores. Among the 4 megaspores, only one will be functional and the remaining 3 will degenerate. This functional megaspore will give rise to the female gametophyte. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. ഫങ്ഷണൽ മെഗാസ്പോർ വിൽ ഗീവ് റൈസ് ടു ഫീമെയിൽ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, സോ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മിയോസിസ് ടു ഫോം 4 മെഗാസ്പോർസ്. ഇപ്പൊ മെഗാസ്പോർ മദർ സെൽ എവിടുത്തെ സെല്ലാണ്? ന്യൂസെല്ലസിലെ ഒരു സെല്ലാണ് മെഗാസ്പോർ മദർ സെൽ. ദാറ്റ് വിൽ അണ്ടർഗോ മിയോസിസ് ടു ഫോം 4 മെഗാസ്പോർസ്. Then അതിൽ ഒരു മെഗാസ്പോറിൽ നിന്നാണ് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യുന്നത്. But the male and female gametophyte in case of gymnosperm, they are not free living. That is, they have no independent existence. They are always present inside the sporangia. Then pollen grains released from the microsporangium are carried by air currents and they will meet at the opening of the ovule. Then pollen tube will be formed. This pollen tube will carry the male gametes near the female gametes. Fertilization will occur. So what is fertilization? Fusion of male and female gametes will occur. Zygote will be formed. From the zygote, embryo will be developed. So embryo form ചെയ്യും and the ovule that will develop into ഈ ഒരു ovule seed ആയിട്ട് മാറും. ഫ്യൂഷൻ നടന്ന സീഡിന്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോയാണ് ഫ്യൂച്ചർ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് 3 എക്സാമ്പിൾസ് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ടെക്സ്റ്റിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് എടുത്ത് എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ഫോർ gymnosperms. One is pinus, okay, pinus, ficus, then another one ജിങ്കോ. പൈനസ്, ഫൈക്കസ്, ജിങ്കോ. നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ ജിങ്കോയുടെ ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആ സിമ്പിൾ ലീഫും കോമ്പൗണ്ട് ലീഫും പറഞ്ഞപ്പോ സിമ്പിൾ ലീഫ് കാണിച്ചല്ലോ, ലീഫ് ഒറ്റയ്ക്ക് നിൽക്കുന്ന, ദാറ്റ് ഇസ് ജിങ്കോ. ജിങ്കോ പ്ലാന്റിന്റെ ഫിഗർ ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, പൈനസ്, ഫൈക്കസ്, ജിങ്കോ. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ജിംനോസ്പെംസിൽ പറയാനായിട്ടുള്ളത്. പൈനസ്, ഫൈക്കസ് ആൻഡ് ജിങ്കോ. ഓക്കെ, ജിംനോസ്പെംസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ് ഇത്രയും പോയിന്റ്സ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, miss. No, miss. ക്ലിയർ ആണ്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ലാസ്റ്റ് ഡിവിഷൻ ഓഫ് പ്ലാന്റ് കിങ്ഡം, ദാറ്റ് ഇസ് ആൻജിയോസ്പെർമ്സ്. Okay, so we have completed gymnosperms. Then we are moving on to the next division, that is the last division of plant kingdom, angiosperms. So angiosperms, they are flowering plants. Okay, plants that have flower and fruits. നമ്മൾ കാണുന്ന ഡെവലപ്ഡ് പ്ലാന്റ്സ് എല്ലാവരും എന്താണ്? ഇപ്പൊ നമ്മൾ ആനിമൽ കിങ്ഡം പഠിച്ചപ്പോ പറഞ്ഞില്ലേ, ക്ലാസ് മെമേലിയ, നമ്മളൊക്കെ വരുന്ന ഗ്രൂപ്പാണ് ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്ന് പറഞ്ഞല്ലേ. പ്രോപ്പർ നെർവസ് സിസ്റ്റം, പ്രോപ്പർ ലോക്കോമോട്ടറി സിസ്റ്റം ഒക്കെ ഉള്ള ഗ്രൂപ്പാണ്. Like that, in plant kingdom, the most developed group in plant kingdom, that is angiosperms. So angiosperms എന്താണ്? Flowering plants ആണ്. That is plants that in which flower is present. Fruits ന്റെ ഉള്ളിലായിരിക്കും അവിടെ seed ഒക്കെ ഫോം ചെയ്യുന്നത്. Okay, so angiosperms, they are plants that produce flowers. Flowering plants ആണ് angiosperms. Regarding their size, they will range from tiny microscopic plants such as Wolffia. ഇവിടെ സ്പ്ലിറ്റ് ആയി പോയതാണ് കേട്ടോ, ടെല്ലിംഗ് ഇതാണ്.
Wolffia. 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 Okay. So angiosperms that may range from very tiny structures to tall trees. ഭയങ്കര ടൈനി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ആൻജിയോസ്പേം ആണ് ദേ കാണിച്ചേക്കുന്നത്. ചെറിയ വളരെ ചെറുതാണ് വുൾഫിയ. അതിന്റെ പേര് വുൾഫിയ. ഓക്കെ, ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വുൾഫിയ. സോ angiosperms that include very tiny, almost microscopic plants such as Wolffia to very tall plants such as eucalyptus. Eucalyptus നൊക്കെ ഏകദേശം 100 meters കൂടുതൽ ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് യൂക്കാലിപ്റ്റസ്. സോ അത്രയും തീരെ ചെറിയ വുൾഫിയ മുതൽ ഏറ്റവും ഹൈറ്റ് ഉള്ള യൂക്കാലിപ്റ്റസ് വരെ. ഏറ്റവും ഹൈറ്റ് നമ്മുടെ സെക്യൂയ ആയിരുന്നു കേട്ടോ ജിംനോസ്പേമിൽ വന്നെ. പക്ഷെ ഓവർ 100 meter ഒക്കെ ഹൈറ്റ് ഉള്ള ഈ ഒരു യൂക്കാലിപ്റ്റസ് വരെ റേഞ്ച് ചെയ്യുന്നവരാണ് ആൻജിയോസ്പേംസ്. ഓക്കെ, then angiosperms are divided into two groups. Angiosperms are mainly classified into two groups. One is dicotyledons and second group is monocotyledons. Dicotyledons, monocotyledons. നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് dicot plants and monocot plants. Okay, dicot, mono. അതാണ് dicotyledon and monocotyledons. So angiosperms are divided into dicotyledons and monocotyledons. So what is the difference dicotyledon and monocotyledon? ഇനി അങ്ങോട്ട് നിങ്ങൾ ബോട്ടണി പഠിക്കുമ്പോഴൊക്കെ ഏത് ചാപ്റ്റർ എടുത്താലും മിക്ക പ്ലാന്റ് റിലേറ്റഡ് നമ്മൾ മിക്ക ചാപ്റ്റർ നോക്കിയാലും അവിടെയെല്ലാം ഈ ഒരു പേര് കാണും, ഡൈക്കോട്ട് പ്ലാന്റ്, മോണോകോട്ട് പ്ലാന്റ്. സോ അവർ തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ മനസ്സിലാക്കണം. ഇനിയുള്ളിടത്തൊക്കെ ടേം ആണ്, ഡിസ്ക്രിപ്ഷൻ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. സോ angiosperms or flowering plants include two groups, dicotyledon or dicot plants and monocotyledons or monocot plants. So what is the difference between this dicot plant and monocot plant? So dicotyledons, അതായത് നമ്മൾ സാധാരണ കാണുന്ന സീഡുകൾ ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങളൊരു പയറിന്റെ ഒരു സീഡ്, അതായത് ആ പയറ് നമ്മൾ മുളയ്ക്കാനായിട്ട് അത് ഗ്രോ ചെയ്യാനായിട്ട് ഇട്ടു. അപ്പൊ അവിടെ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല ആ ഒരു സീഡിനെ, അല്ലെ? സീഡിനെ നമുക്ക് രണ്ടായിട്ട് നടുക്ക് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ഇങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവരാണ് ഡൈകോട്ടിലിഡൻസ്. ഓക്കെ, സീഡ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ്, സെൻട്രൽ വെച്ച് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സീഡ്സ് ഉള്ളവരാണ് ഡൈകോട്ടിലിഡൻസ്. ദാറ്റ് ഇസ് ആ ഓരോന്നിനും നമ്മൾ പറയുന്ന കോട്ടിലിഡൻസ് എന്നാണ്. അപ്പൊ അതെ ഇങ്ങനെ ഇതിന്റെ ഓരോന്നിനും നമ്മൾ പറയുന്നത്, ആ സ്പ്ലിറ്റ് ചെയ്യുന്ന ഓരോന്നിനും പറയുന്നത് ദേ ആർ കോൾഡ് കോട്ടിലിഡൻ. ഓക്കെ, നമ്മളിപ്പോ ഇങ്ങനെ ഒരു സീഡ് ഉണ്ട്. ഓക്കെ, ഇതൊരു സീഡാന്ന് വെക്കുക. അതിനെ നമുക്ക് സെന്ററിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സെന്ററിൽ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് പാർട്ട്, ഓരോ പാർട്ടിനും പറയുന്ന പേര് കോട്ടിലിഡൻ. അങ്ങനെയുള്ളവരാണ് എന്ത്? ഡൈകോട്ടിലിഡൻസ്. ദാറ്റ് ഇസ് ടു കോട്ടിലിഡൻ വിൽ ബി പ്രസന്റ് ഇൻ സീഡ്സ്. Okay, so dicotyledon or dicot plants will have two cotyledon in their seed. സീഡിൽ എന്തുണ്ട്? രണ്ട് കോട്ടിലിഡൻസ് പ്രസന്റ് ആയിട്ടുള്ളവരാണ് ഡൈക്കോട്ട് പ്ലാന്റ്സ് ഓർ ഡൈകോട്ടിലിഡൻസ്. ഓക്കെ, ഇതത് സീഡ് ഡെവലപ്പ് ചെയ്തത് രണ്ട് കോട്ടിലിഡൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. ടു കോട്ടിലിഡൻസ് ആർ പ്രസന്റ് ഇൻ ദ സീഡ്. ബാക്കി ക്യാരക്ടർ പറയാം. അതിനിപ്പോ മോണോകോട്ട് എന്താന്ന് കൂടി പറയാം. ഇൻ കേസ് ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ് only a single cotyledon will be present. മോണോകോട്ട് പ്ലാന്റ്സിന്റെ കേസിൽ നമ്മളിപ്പം പീ പ്ലാന്റ്, പയറൊക്കെ പറഞ്ഞത് എന്താണ്? ഡൈക്കോട്ട് ആണ് അല്ലേ? ദാറ്റ് ഇസ് ദ സീഡ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു 2 equal half. But in case of monocotyledon only one cotyledon will be present. മോണോകോട്ട് പ്ലാന്റ്സിന്റെ കേസ് എങ്ങനെയാണ്? ഒരൊറ്റ കോട്ടിലിഡൻ ആണ് സീഡിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, so that is the difference. Seeds will have only one cotyledon. So നമ്മുടെ വീറ്റ്, റൈസ്, ഗ്രാസ് ഇവരൊക്കെ മോണോകോട്ട് പ്ലാന്റ്സ് ആണ്, മോണോകോട്ടിലിഡൻസ് ആണ്. ദാറ്റ് ഇസ് ദ സീഡ് വിൽ ഹാവ് ഓൺലി വൺ കോട്ടിലിഡൻ. ബാക്കി നമ്മൾ പറയുന്ന ഈ പീ പ്ലാന്റ്സ് ഇതൊക്കെ ഡൈകോട്ടിലിഡൻസ് ആണ്. ദാറ്റ് ഇസ് ടു കോട്ടിലിഡൻ വിൽ ബി പ്രസന്റ്. മസ്റ്റേർഡ് അതൊക്കെ ഡൈകോട്ടിലിഡൻസ് ആണ്. Okay, so the main difference between monocotyledon and dicotyledon is dicotyledons will have two cotyledons at their present in their seeds, whereas monocotyledons will have only one cotyledon in their seed. മോണോകോട്ടിലിഡനില് ഒരൊറ്റ കോട്ടിലിഡൻ മാത്രമാണ് സീഡിൽ ഉണ്ടാവുള്ളൂ. ഡൈകോട്ടില് ടു കോട്ടിലിഡൻസ് വിൽ ബി പ്രസന്റ് ഇൻ ദർ സീഡ്. മോണോകോട്ടിന് എക്സാമ്പിൾ ആണ് വീറ്റ്, റൈസ്,
ഗ്രാസ് ഓക്കെ, വീറ്റ് റൈസ് ഗ്രാസ് ഒക്കെ മോണോകോട്ടിലിഡൻസ് ആണ്. ഇനി നമ്മൾ ഡൈക്കോട്ടിന് എക്സാമ്പിൾ പറഞ്ഞില്ല. ഓക്കെ, ഡൈക്കോട്ടിന് എക്സാമ്പിൾസ് ആണ് ഈ പ്ലാന്റ്, മസ്റ്റേർഡ്. നമ്മൾ കാണുന്ന മിക്ക ബിഗ് പ്ലാന്റ്സ് ഒക്കെ ഡൈക്കോട്ട് ആണ് കേട്ടോ. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഒരു പാർട്ടിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയുമ്പോൾ നമ്മൾ ഈ 2 പോയിന്റും കൂടി പറഞ്ഞാൽ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ ആൻസർ ചെയ്യാൻ എളുപ്പത്തിനാണ്. ഓക്കെ, മെയിൻ ഡിഫറൻസ് 2 cotyledons. Dicot will have 2 cotyledons, monocot will have 1 cotyledon. Then next is the difference between dicot and monocot. In dicot, the leaves will show reticulation. അതായത് ഈ പേര് നമ്മൾ ലീഫ് പഠിക്കുമ്പോൾ മോർഫോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പേര് പഠിക്കും. ഇവിടെ നോക്കുക, റെറ്റിക്കുലേറ്റ് വീനേഷൻ. ലീഫ് ഇങ്ങനെയായിരിക്കും, അതായത് ഒരു മെയിൻ വെയിൻ ഉണ്ടാവും. ദെൻ ഇങ്ങനെ 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 കുറെ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ്, ലീഫിൽ കുറെ നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് പ്രസന്റ് ആയിരിക്കും. അതിനെയാണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. അടുത്തത് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. എന്നിട്ട് എഴുതിയാൽ മതി കേട്ടോ. സോ ഈ ലീഫിന്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ദേ ഇത് നോക്കുക, ഇതും ആദ്യം കണ്ട ലീഫും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ എങ്ങനെയാണ്, അത് ഇങ്ങനെ പാരലൽ ആയിട്ടാണ് വെയിൻസ് പോയേക്കുന്നത്. നമ്മളിപ്പം റൈസിന്റെ അല്ലെങ്കിൽ ഗ്രാസസിന്റെ ഒക്കെ ഇങ്ങനത്തെ ഒരു ലീഫാണല്ലേ ഉണ്ടാവുക. This type of leaf is called a parallel venation. Okay, so ഇപ്പൊ ഡിഫറൻസ് മനസ്സിലായല്ലോ. റെറ്റിക്കുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് ആയിട്ട്, നെറ്റ്വർക്ക് ഓഫ് വെയിൻസ് പ്രസന്റ് ആണ്. ഇവിടെ പാരലൽ ആയിട്ടാണ് ലീവ്സിന് വെയിൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. ഓക്കെ, സോ ഡൈക്കോട്ടിലിഡൻ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഈസ് പ്രസന്റ് ഇൻ ലീവ്സ്. ഇവിടെ നിങ്ങൾ ആ ഒരു ടേം മാത്രം എഴുതി വെച്ചാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ആ ടേം മാത്രം എഴുതി വെച്ചാൽ. റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്താണ്, റെറ്റിക്കുലേറ്റ് വീനേഷൻ എന്താണ്, പാരലൽ വീനേഷൻ ഒക്കെ നിങ്ങൾ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ പഠിക്കും. ഇവിടെ ജസ്റ്റ് ഈ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇൻ ഡൈക്കോട്ട് പ്ലാന്റ്സ്, characters of dicot plants. First one, 2 cotyledons are present. Second one, reticulate venation in leaves. Okay, so reticulate venation de ingane leaf il de ingane oru network, a network of veins are present. That is called a reticulate venation. Then third character, tetramerous or pentamerous flowers will be present. അതായത് ഡൈക്കോട്ട് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സില് ഒന്നെങ്കിൽ 4 ഇതളുകൾ അല്ലെങ്കിൽ 5 ഇതളുകളുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഫ്ലവേഴ്സിന്റെ ഇതളുകൾ പെറ്റൽസ് നോക്കൂലോ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ടെട്രാമെറസ്, ദാറ്റ് മീൻസ് 4 petals. Pentamerous means 5 petals. So in dicotyledons, tetramerous or pentamerous flowers will be present. Dicotyledonsile flowers എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ 4 ഇതളുകളുള്ള ടെട്രാമറസ് ഫ്ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ 5 ഇതളുകളുള്ള പെൻറ്റാമറസ് ഫ്ലവേഴ്സ് വിൽ ബി പ്രസന്റ്. ഓക്കെ, സോ ഈ 3 കാര്യങ്ങൾ നോട്ട് ചെയ്യാം കേട്ടോ. ഡൈക്കോട്ടിലിഡൻ, they will have 2 cotyledons present in their seeds. Leaves will show reticulate venation and flowers will be pentamerous or tetramerous. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി എഴുതി വെച്ചോ ഇവിടെ. ഈ 3 പോയിന്റ്സ് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ എല്ലാവർക്കും? ഒരു കാര്യം കൂടി എഴുതാം. അപ്പൊ നമ്മള് 2 cotyledons ഉണ്ടെന്ന് പറഞ്ഞു, റെറ്റിക്കുലേറ്റ് വീനേഷൻ പറഞ്ഞു, ടെട്രാമറസ് ഓർ പെൻറ്റാമറസ് ഫ്ലവേഴ്സ്. 1 more point അത് നിങ്ങളൊന്ന് ആഡ് ചെയ്യുക. ദ റൂട്ട്സ് പ്രസന്റ് ഇൻ ഡൈക്കോട്ട് ആർ ടാപ്പ് റൂട്ട്. അതും ഡൈക്കോട്ടിന്റെ ഒരു ക്യാരക്ടർ ആണ് കേട്ടോ. ദ റൂട്ട്സ് പ്രസന്റ് ഇൻ ഡൈക്കോട്ട് ആർ ടാപ്പ് റൂട്ട്സ്. ഡൈക്കോട്ടിലിഡൻ ഓർ ഡൈക്കോട്ട് പ്ലാന്റ്സിൽ പ്രസന്റ് ആയിട്ടുള്ള റൂട്ട് എങ്ങനെയായിരിക്കും? ടാപ്പ് റൂട്ട് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു മെയിൻ റൂട്ട് or primary root. From this primary root, lateral roots will be formed. That is taproot. Okay, അപ്പൊ ഈ 4 ക്യാരക്ടർ ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് പറയാൻ പറ്റില്ല ഇനി ഡൈക്കോട്ട് മോണോകോട്ട് എങ്ങനെ ഡിഫറൻസ് നിങ്ങൾക്ക് വരും. ഡൈക്കോട്ട് റൂട്ട് തമ്മിലും മോണോകോട്ട് റൂട്ട് തമ്മിലുള്ള ഡിഫറൻസും ഡൈക്കോട്ട് സ്റ്റെമും മോണോകോട്ട് സ്റ്റെമും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട് അനാറ്റമിയിൽ. അപ്പൊ ജസ്റ്റ് ഡൈക്കോട്ടും മോണോകോട്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, what is the main difference between dicot plants and monocot plants ചോദിച്ചാൽ ഡൈക്കോട്ടില് ഈ 4 points ആണ് എഴുതേണ്ടത്. Okay, they will have 2 cotyledons in their seed, reticulate venation in leaves, tetramerous or pentamerous flowers, then root present will be taproot. Okay, monocotiന്റെ കൂടി പറഞ്ഞിട്ട് നിർത്താം. മോണോകോട്ടില്, so monocot will have only 1 cotyledon. ഒരൊറ്റ cotyledon ആണ് മോണോകോട്ടിൽ ഉണ്ടാവുള്ളൂ. Then വീനേഷൻ എന്തായിരിക്കും? വീനേഷൻ വിൽ ബി പാരലൽ വീനേഷൻ. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക വെയിൻസ്. നേരത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെയിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കല്ലേ, ഇവിടെ വളരെ
അറ്റൻഷനിൽ പോണ മാതിരി ഇത് ഇങ്ങനെ പാരലൽ ആയിട്ടുള്ള വെയിൻസ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ദാറ്റ് ഇസ് പാരലൽ വീനേഷൻ വിൽ ബി പ്രസന്റ്. ഫ്ലവേഴ്സ് വിൽ ബി ട്രൈമറസ് ഫ്ലവേഴ്സ്. Okay, trimerous flowers, that is 3 petals. Most cases in monocot flowers trimerous flowers ആയിരിക്കും. 3 petals ഒക്കെയുള്ള trimerous flowers ആയിരിക്കും present ആയിട്ടുണ്ടാവുക. Okay, so 1 cotyledon in seed, parallel venation in leaf, trimerous, that is flowers with the 3 petals will be present. Then root എങ്ങനെയായിരിക്കും? മോണോകോട്ടിലെ റൂട്ട് എങ്ങനെയായിരിക്കും? Roots will be fibrous roots. Okay, dicotyl tap root ആയിരിക്കും. Monocotyl roots will be fibrous roots. Okay, so this is the main difference. 4 main differences between monocot and dicot. So in monocot they will have only 1 cotyledon. Venation in these will be parallel venation. Flowers will be trimerous flowers. Then roots will be fibrous roots. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ഇങ്ങനെ ഗ്രാസിലൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് small roots ആണുള്ളത്. That is fibrous root. Okay, so these are the main differences. So നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാസ്റ്റ് ഡിവിഷൻ ആണ്. That is angiosperms. Angiosperms are flowering plants. Okay, flowering plants with the flowers and fruits. And angiosperms, the size of angiosperm that will range from tiny wolffia to tall trees such as eucalyptus. Then they are of 2 groups, dicotyledons and monocotyledons. Dicotyledons will have 2 cotyledons in their seed. Then dicotyledon will have reticulate venation in their leaves, pentamerous or tetramerous flowers, taproot system. Monocotyledon എന്തൊക്കെയുള്ളത്? They will have only 1 cotyledon. Then trimerous 3 petals ആണ് ഉണ്ടാവുള്ളൂ. Trimerous flowers ആയിരിക്കും. Regarding venation, parallel venation will be present. Fibrous root system will be present. So these are the main differences between dicotyledons and monocotyledons. ഇപ്പൊ ക്ലിയർ ആണെങ്കിൽ നമുക്ക് മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വരെ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എക്സ്ക്യൂസ് ഒന്നും പറയരുത്. പഠിച്ചില്ല, കുറച്ച് ടൈം മതിയല്ലോ, നിങ്ങൾക്ക് ഒന്ന് വായിച്ചെടുത്താൽ മതി. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പം ജിംനോസ്പേംസിന്റെ ഫുൾ പോർഷൻസ് വായിച്ചിട്ട്. ഓക്കെ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ചോദിച്ചു രാജകൃഷ്ണ. മിസ് എഴുതുന്ന നോട്ട്സ് പഠിച്ചാ പോരെ? ഇതിന്റെ ജിംനോസ്പേംസിന്റെ ടെക്സ്റ്റ് ഭയങ്കര ഇതായിട്ടാണ് തോന്നുന്നു, വായിച്ചിട്ട് അങ്ങനെ കിട്ടില്ല. മതി, ജിംനോസ്പേം ആൻജിയോസ്പേമും ടെക്സ്റ്റ് ഇത്തിരി കോംപ്ലക്സ് ആണ്. നമ്മൾ എല്ലാ പോയിന്റും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു.